നമ്മൾ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. പക്ഷെ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനേക്കാളും വേഗത്തിൽ ലോസ് അത് കൊണ്ടുപോകുന്നുണ്ട്. എന്തുകൊണ്ടാണ് എൻ്റെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവുന്നത്? ആദ്യമൊക്കെ ചാർട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് ലൈൻസ് ആവും. എൻ്റെ ഒരു വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കുറേ പേര് ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ചിലപ്പോൾ തോന്നും. ലോകത്തിലെ ഏറ്റവും ടോപ്പ് ട്രേഡേഴ്സ് എടുത്താൽ പോലും ചിലപ്പോൾ അവരുടെ വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത് 50% താഴെയായിരിക്കും. അതുകൊണ്ട് ട്രേഡിംഗ് എന്നുള്ള പേരിൽ റിട്ടേൺസ് ഓഫർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കമ്പനികളൊന്നും തന്നെ അവിടെ ട്രേഡിംഗ് നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. കിട്ടാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ദിവസവും ട്രേഡ് എടുക്കാറുണ്ടോ, ഒരു ദിവസം എത്ര ട്രേഡ് എടുക്കുന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ തന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ റിലേറ്റീവ്സ് ചോദിക്കുമല്ലോ, അപ്പോൾ പഠിപ്പ് കഴിഞ്ഞു എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ട്രേഡിംഗ് ആണ് എന്ന് പറയുമ്പോൾ, ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അത് മറ്റേ ഉടായ്പ പരിപാടിയല്ലേ, ആ ഒരു ടോക്കാണ് വരുന്നത്. ഡേ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ട്രേഡ് എടുത്താൽ മാത്രമേ അവർ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവുള്ളൂ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. വീടെന്ന് പറയുന്നത് ഭയങ്കര ഒരു കംഫർട്ട് സോണാണ്. കുറച്ചും കൂടി ഗ്രോ ചെയ്യണമെങ്കിൽ വീടിന് പുറത്ത് പോകണം എന്നൊക്കെ. വീട്ടിലിരുന്നിട്ട് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും. എനിക്ക് ഒരേ ഒരു കാര്യത്തിലാണ് നാട് വിടണം തോന്നിയിട്ടുള്ളത്, ടാക്സിന്റെ കാര്യത്തിലാണ്. ഓക്കെ, എനിക്ക് ഇതിൽ നിന്ന് ഇത്രയും പ്രോഫിറ്റ് കിട്ടി, നിങ്ങൾക്കും ഇത് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള പ്രൊമോഷൻസ് നടത്തുന്നുണ്ട്. എന്താ കേരളം ഇത്രയും ലിറ്ററസി റേറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നെങ്കിൽ മലയാളികളെ പറ്റിക്കാൻ ഭയങ്കര സുഖമാണ്. 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കിഡ്ലനായിട്ട് ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ഒരു കുട്ടി എൻ്റെ ടീമിലുണ്ട്. എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, ബ്രോ ഒരു $10 ഇട്ടിട്ട് $1000 ഉണ്ടാക്കുന്ന ചലഞ്ച് ചെയ്യും. 3 ദിവസം കൊണ്ട് $1000 ഉണ്ടാക്കുന്ന ചലഞ്ച് ഞാൻ കണ്ടു, അതുപോലെ ബ്രോയും ചെയ്യാൻ പറയാറുണ്ട്. ഈ ട്രേഡിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു ബിഗ്ഗസ്റ്റ് ലോസ്, പ്രോഫിറ്റ് ഞാൻ ചോദിക്കുന്നില്ല, ലോസ്? ബിറ്റ്കോയിൻ, എത്തേറിയം, ബ്ലോക്ക് ചെയിൻ, NFT ഇതൊക്കെ ശരിക്കും എന്താണ്? ക്രിപ്റ്റോ സേഫ് ആണോ? ഇതിലൊക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുമോ? ഇതിനെയൊക്കെ പറ്റി ബേസിക് ആയിട്ട് നമ്മൾക്ക് ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ വേണ്ടി ഇന്ന് നമ്മളുടെ ഇവിടെ ഫിൻസീസിൽ ജോയിൻ ചെയ്യുന്നത് ക്രിപ്റ്റോ എക്സ്പേർട്ടും മാർക്കറ്റബിളിൻ്റെ ഫൗണ്ടറും ആയിട്ടുള്ള ബിനോയാണ്. ഹായ് ബിനോയ്, വെൽക്കം ടു ഫിൻസീസ്. ഈ ബിറ്റ്കോയിനും എത്തേറിയം ഒക്കെ നമ്മൾ എപ്പോഴും കേട്ട് പരിചയമുള്ള കുറച്ച് ഇതാണല്ലോ. അതേപോലെ നമ്മുടെ ഓഡിയൻസിന് വേണ്ടിയിട്ട് എന്താണ് ക്രിപ്റ്റോ എന്നൊരു ബ്രീഫായിട്ടൊരു ഐഡിയ കൊടുക്കാം. ഓക്കെ, സോ ക്രിപ്റ്റോ എന്താണ് എന്ന് നമുക്ക് വളരെ പെട്ടെന്ന് പറഞ്ഞു പോകാൻ പറ്റുന്ന ഒരു കാര്യമില്ല. അത് കറക്റ്റായിട്ട് മനസ്സിലാവണമെങ്കിൽ കുറച്ചധികം അതിനെപ്പറ്റി പറയേണ്ടതായിട്ടുണ്ട്. എന്നാലും ഞാൻ പെട്ടെന്നൊന്ന് മനസ്സിലാവുന്ന രീതിയിൽ പറയാം. ഇപ്പോൾ നമ്മൾ നോർമലായിട്ട് ഇപ്പോൾ നമ്മുടെ പേയ്മെൻറ്റ് സിസ്റ്റം ഉണ്ടല്ലോ. അപ്പോൾ നമ്മൾ സാധാരണ ഇപ്പോൾ ഞാൻ ഗൂഗിൾ പേ ചെയ്യുന്നു, അല്ലെങ്കിൽ ഞാൻ ബാങ്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അപ്പോൾ അവിടെ എല്ലാം തന്നെ ഒരു മിഡിൽ മാൻ വരുന്നുണ്ട്. ഇപ്പോൾ ഇപ്പോൾ എൻ്റെ അക്കൗണ്ടിൽ നിന്നും ഞാനിപ്പോൾ ശിവയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് അയക്കുന്നുണ്ടെങ്കിൽ അവിടെ ബാങ്ക് ഒരു മിഡിൽ മാൻ ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാങ്ക് ത്രൂ ആണ് നമ്മുടെ എല്ലാ ട്രാൻസാക്ഷൻസും അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുക. സോ ബാങ്കിങ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റം എന്ന് പറയുന്നത് ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ്. അപ്പോൾ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഈ സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിന് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടോ അതെല്ലാം സോൾവ് ചെയ്യുന്ന ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു സിസ്റ്റമാണ് ഈ ക്രിപ്റ്റോ എന്ന് പറയുന്നത്. വേണമെങ്കിൽ നമുക്കൊരു ഭാവിയിലെ കോയിൻ അല്ല ഭാവിയിലെ കറൻസി എന്നൊക്കെ പറയാൻ പറ്റും. ഇപ്പോൾ അതായത് ഓരോ തവണയും കറൻസി എന്ന് പറയുന്ന സംഭവം ഓരോ വർഷം കഴിയുന്തോറും അത് പുതിയ മുൻപുണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ടാണ് ഓരോ വർഷം കഴിയുന്തോറും കറൻസി വന്നത്. ഇപ്പോൾ ക്യാഷ് നമ്മൾ പേ ചെയ്യുന്നിടത്ത് നിന്നും ഇപ്പോൾ ഗൂഗിൾ പേ ആണ്, എല്ലാവരും ഗൂഗിൾ പേ ആണ്, ഡിജിറ്റലൈസ്ഡ് ആയി. അപ്പോൾ അതേപോലെ തന്നെ ഇപ്പോഴത്തെ പ്രശ്നങ്ങളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു മിഡിൽ മാൻ വേണം എന്നുള്ളൊരു പ്രശ്നം, അതുപോലെ തന്നെ ഇപ്പോൾ ഏതൊരു പാതിരാത്രി വേണമെങ്കിലും നമ്മുടെ കയ്യിലുള്ള കറൻസികൾക്ക് ഒട്ടും വിലയില്ലാതാകുന്ന സിറ്റുവേഷൻ വരെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനെല്ലാം പരിഹരിച്ചുകൊണ്ട് ആർക്കും കൺട്രോൾ ചെയ്യാൻ സാധിക്കാത്ത, ആരുടെയും ഒരു മിഡിൽ മാൻ്റെ ആവശ്യമില്ലാതെ തന്നെ നമുക്ക് ഈ ട്രാൻസാക്ഷൻസ് എല്ലാം പോസിബിൾ ആകുന്ന ഒരു കോൺസെപ്റ്റാണ് ഈ ഡീസെൻട്രലൈസേഷൻ അല്ലെങ്കിൽ ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു ടെക്നോളജി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് മാത്രമല്ല, അതൊരു ബേസിക് കോൺസെപ്റ്റ് മാത്രമാണ്. അതുകൂടാതെ വേറെയും ഇപ്പോൾ ഡീസെൻട്രലൈസേഷൻ നമുക്ക് ഏതൊക്കെ മേഖലകളിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമോ അവിടെ എല്ലാം ഈ ക്രിപ്റ്റോ കറൻസിക്ക് ഒരു വാലിഡ് ആയിട്ടുള്ളൊരു സംഭവം ഉണ്ട് അവിടെ. ബേസിക്കലി അതാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന ഒരു ടെക്നോളജി. ഞാൻ അതിനൊരു ടെക്നോളജി എന്നാണ് എപ്പോഴും പറയുക. അത്രയും മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ളൊരു സംഭവമായിട്ടാണ് ഇത് തോന്നിയിട്ടുള്ളത്. ആൻഡ് ഈ ക്രിപ്റ്റോ കറൻസികളിൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ക്രിപ്റ്റോ കറൻസീസ് ആണ് ഇപ്പോൾ ബിറ്റ്കോയിൻ, എത്തേറിയം, ഇങ്ങനെ ഈ പറയുന്ന ക്രിപ്റ്റോ കറൻസീസ് എല്ലാം തന്നെ. അതിൽ ബിറ്റ്കോയിൻ ആണ് ഏറ്റവും ഫസ്റ്റത്തെ ക്രിപ്റ്റോ കറൻസി, ഏറ്റവും ആദ്യമായിട്ട് ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്നത് ബിറ്റ്കോയിൻ ആണ്. പിന്നീടാണ് എത്തേറിയം, മറ്റുള്ള ഡോജ് കോയിൻ, അങ്ങനത്തെ കുറേ കോയിൻസ് വന്നിട്ടുള്ളത്. അതാണ് ഒരു ക്രിപ്റ്റോ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും ഫസ്റ്റ് പറയാൻ പറ്റുന്നൊരു കാര്യം. ഡീറ്റെയിൽ ആയിട്ട് കുറേ പറയാനായിട്ടുണ്ട്, പക്ഷേ അത് നമുക്ക് ഈ ഒരു സമയം കൊണ്ട് പറഞ്ഞു നിൽക്കാന്ന് പറയുന്നത് അത് എളുപ്പമല്ല. യൂഷ്വലി ട്രേഡേഴ്സിൻ്റെ ഒരു ജേർണി നോക്കുകയാണെങ്കിൽ എല്ലാവരും ആദ്യമേ ഇന്ത്യൻ മാർക്കറ്റിലായിരിക്കും കൈവെക്കുന്നത്. അവിടെ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ആദ്യമേ തന്നെ പോയി ക്രിപ്റ്റോയിലാണല്ലോ കൈവച്ചേ.
ഞാൻ ക്രിപ്റ്റോയിലാണ് ആദ്യം പോയിട്ട് കൈവച്ചെന്ന് പറയാൻ പറ്റില്ല. ഞാൻ ട്രേഡിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ക്രിപ്റ്റോയിലാണ്. പക്ഷേ ഈ ഒരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ട്രേഡിംഗ് എന്ന് പറയുന്ന സംഗതികളെ പറ്റിയിട്ടെല്ലാം തന്നെ ആദ്യം അറിഞ്ഞു വന്നിട്ടുള്ളത് സ്റ്റോക്ക് മാർക്കറ്റിൽ നിന്ന് തന്നെയാണ്. അതിന് നമുക്ക് ആശാൻ ഷാരിഖ് ശംസുദ്ദീൻ തന്നെ ഉണ്ടല്ലോ. സോ അദ്ദേഹത്തിന്റെ വീഡിയോകൾ കണ്ടുകൊണ്ട് തന്നെയാണ് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ടും അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് എന്താണ്, അതിന്റെ ബെനിഫിറ്റ്സ് എന്താണ്, ട്രേഡിംഗ് എന്താണ്, ഇതെല്ലാം അതിലൊരു ബാലപാഠങ്ങൾ പഠിച്ചിട്ടുള്ളത് തീർച്ചയായിട്ടും ഷാരിഖ് ശംസുദ്ദീന്റെ ആശാന്റെ വീഡിയോയിൽ നിന്ന് തന്നെയാണ്. കേരളക്കരയെ ട്രേഡിങ്ങിനെ പരിചയപ്പെടുത്തിയുള്ളത്, സ്റ്റോക്ക് മാർക്കറ്റിനെ ഒന്ന് പരിചയപ്പെടുത്തി കൊടുത്തിട്ടുള്ളത് തീർച്ചയായിട്ടും ഷാരിഖ് ശംസുദ്ദീൻ തന്നെയാണ്. അതിൽ സംശയമൊന്നുമില്ല. അപ്പോൾ ബാലപാഠങ്ങൾ അവിടെ നിന്ന് പഠിച്ചു. പിന്നീടാണ് ക്രിപ്റ്റോ കറൻസി എന്ന് പറയുന്ന സംഗതിയെ പറ്റിയിട്ട് അറിഞ്ഞത്. ആ ടെക്നോളജിയെ പറ്റിയിട്ട് കൂടുതലായിട്ട് മനസ്സിലാക്കാൻ തുടങ്ങിയത് അവിടെ നിന്നാണ്. അങ്ങനെയാണ് അതിലും നമുക്ക് ട്രേഡ് ചെയ്യാനായിട്ടുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് എന്നുള്ള രീതിയിൽ കാര്യങ്ങൾ മനസ്സിലാകുന്നതും. പിന്നെ എനിക്കിപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് ആണോ ക്രിപ്റ്റോ ട്രേഡിംഗ് ആണോ, സ്റ്റോക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യുന്നതാണോ ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യുന്നതാണോ ബെറ്റർ എന്നൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അത് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് ഓരോ ആളുകളെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിഷ്ടമുള്ള സമയത്ത് ട്രേഡ് ചെയ്യണം. ഓക്കെ, ഇപ്പോൾ എനിക്ക് പാതിരാത്രിയാണ് ട്രേഡ് ചെയ്യാൻ തോന്നുന്നത് എന്നുണ്ടെങ്കിൽ എനിക്ക് ആ സമയത്ത് ട്രേഡ് ചെയ്യണം. അതൊരിക്കലും സ്റ്റോക്ക് മാർക്കറ്റിൽ സാധിക്കില്ല. ക്രിപ്റ്റോയിൽ മാത്രമേ പറ്റുള്ളൂ. കാരണം 24 hour മാർക്കറ്റ് ഓപ്പൺ ആണ്. എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഏത് പാതിരാത്രിക്ക് വേണമെങ്കിലും ട്രേഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ കൊണ്ടാണ് ഞാൻ, പിന്നെ നല്ല വോളറ്റിലിറ്റി ഉണ്ട് ക്രിപ്റ്റോ മാർക്കറ്റിൽ സ്റ്റോക്ക് മാർക്കറ്റിൻ്റെ കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ. സോ അങ്ങനത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. ഇപ്പോൾ ക്രിപ്റ്റോ ടാക്സ് എന്ന് പറയുന്ന ഏറ്റവും വളരെ വലിയൊരു ഡിസഡ്വാൻറ്റേജ് ഉണ്ട്. പക്ഷേ എന്നിരുന്നാൽ പോലും എനിക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത് ക്രിപ്റ്റോയിൽ ട്രേഡ് ചെയ്യാനാണ്. അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ക്രിപ്റ്റോ സെലക്ട് ചെയ്തിട്ടുള്ളത്. ഇതിലേക്ക് വന്ന ഒരു ജേർണി എങ്ങനെയായിരുന്നു ശരിക്കും? ജേണി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ക്രിപ്റ്റോയിലേക്ക് വന്നിട്ടുള്ളതെന്ന് പറയുന്നത്, ഇപ്പോൾ എല്ലാ സാധാരണ ചെറുപ്പക്കാരെയും പോലെ തന്നെ നല്ലപോലെ മടിയുള്ള, ക്ലാസ്സിൽ പോകാൻ ഇഷ്ടമില്ലാത്ത, പഠിക്കാൻ ഇഷ്ടമില്ലാത്ത, അങ്ങനെ ഉഴപ്പി നടന്നിട്ടുള്ള ഒരു ആൾ തന്നെയായിരുന്നു ഞാനും. അതുകൊണ്ട് തന്നെ ഞാൻ കോളേജ് ഡ്രോപ്പ് ചെയ്തിട്ടാണ് ഞാൻ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്നത് തന്നെ. കോളേജിൽ പോയി സ്വാഭാവികമായിട്ടും അവിടുത്തെ രാഷ്ട്രീയം, അങ്ങനത്തെ കുറേ ഉടായ്പ പരിപാടികൾ, അങ്ങനത്തെ സകല കച്ചറകളും നടന്നുകൊണ്ടിരിക്കുന്നതിന് ഇടയിലാണ് കോവിഡ് ഫസ്റ്റ് വേവ് വരുന്നത്. അപ്പോൾ ആ സമയത്ത് ക്ലാസ് ഇല്ല. ഞാൻ കോട്ടയം പാലായിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ തിരിച്ച് നാട്ടിലേക്ക് വന്നിട്ട് ഇപ്പോൾ വേറെ ഒന്നും ചെയ്യാനായിട്ടില്ല. അപ്പോഴാണ് ഇങ്ങനെ ഷാരിഖൊക്കെ വീഡിയോസ് ഇങ്ങനെ കണ്ട് തുടങ്ങിയിട്ടുള്ളത്. ആ സമയത്താണ്. അപ്പോൾ അങ്ങനെയാണ് ഈ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി അറിഞ്ഞതും. ഒരു പോസിബിലിറ്റി അവിടെ ഉണ്ട്, നമുക്കിങ്ങനെ ഒരു ഏൺ ചെയ്യാനായിട്ടുള്ളൊരു ഇത് അവിടെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കിയതും അതിനെ പറ്റിയിട്ട് കൂടുതൽ പഠിക്കാനായിട്ട് ശ്രമിച്ചു. അങ്ങനെയാണ് ഞാൻ പതുക്കെ ഈ ക്രിപ്റ്റോയിലേക്ക് എത്തുന്നത്. അങ്ങനെയാണ്. പിന്നെ ഈ കോണ്ടന്റ് ക്രിയേഷൻ ഭയങ്കര ഇഷ്ടമുള്ളൊരു പരിപാടിയായിരുന്നു. അപ്പോൾ അവിടെയും ഷാരിഖൊക്കെ തന്നെയാണ് എനിക്ക്, എൻ്റെ പഴയ വീഡിയോസ് കണ്ടു കഴിഞ്ഞാൽ അറിയാം, ആളുടെ ഒരു രീതിയിലാണ് ഞാൻ കാര്യങ്ങൾ പ്രസൻറ്റ് ചെയ്യാറുള്ളത്. ആളുടെ വീഡിയോസായിട്ട് ഭയങ്കര സിമിലാരിറ്റി എൻ്റെ വീഡിയോസിന് ഉണ്ടായിരിക്കും. ഞാൻ ക്രിപ്റ്റോനെ പറ്റിയിട്ട്, ആൾ സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി പറയുന്നു, ഞാൻ ക്രിപ്റ്റോനെ പറ്റി പറയും. അപ്പോൾ ഞാൻ സംസാരിക്കുന്നതെല്ലാം തന്നെ ആളുടെ ഒരു റെഫറൻസ് വെച്ചുകൊണ്ട് തന്നെയാണ്. അത് കുറേ പേര് കമൻറ്റും ചെയ്യാറുണ്ട് ആ കാര്യങ്ങൾ. അപ്പം അങ്ങനെയാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെയാണ് യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തതും ട്രേഡിങ് ഞാൻ ഒരേപോലെയാണ്. അപ്പോൾ യൂട്യൂബിലേക്ക് ഓരോ കോണ്ടന്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ ട്രേഡിങ്ങിലെ പല കോൺസെപ്റ്റുകൾ ഞാൻ പഠിക്കുന്നത് തന്നെ. വേറെ കോഴ്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല. ഞാൻ സ്റ്റോക്ക് മാർക്കറ്റ് ബേസ് ആയിട്ടുള്ള ഒരു കോഴ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതായത് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഓൺലൈൻ ക്ലാസ്സസ് ഭയങ്കരമായിട്ട് വന്നതോട് കൂടിയിട്ട് കുറേ ഓൺലൈൻ ലേണിംഗ് പ്ലാറ്റ്ഫോമുകൾ നമ്മളെ കോൺടാക്ട് ചെയ്യും. ഇങ്ങനെ ഒരു മാസത്തെ കോഴ്സ് ഉണ്ടെന്നൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പം അങ്ങനെ ഞാൻ ഓൾറെഡി ഷാരിഖയുടെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയാണ്. സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റിയിട്ട് അറിയാം. അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ളൊരു കോഴ്സ് പഠിക്കാനായിട്ടുള്ളൊരു ഇത് വന്നപ്പോൾ, ഒരു കോൾ വന്നപ്പോൾ ഞാൻ അതിൽ ചേർന്നിട്ടുണ്ടായിരുന്നു. പക്ഷേ ഒരു കാര്യം ഉണ്ടായില്ല, വെറും കാശ് പോയെന്നല്ലാണ്ട് വേറെ ഒന്നും നമുക്കതിൽ പഠിക്കാൻ പറ്റിയിട്ടില്ല. അതിനേക്കാളൊക്കെ എത്രയോ കാര്യങ്ങൾ നമുക്ക് യൂട്യൂബിൽ നിന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ചെറിയൊരു കോഴ്സ് എടുത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ട്രേഡിങ്ങിലേക്ക് എത്തുന്നത്. ആ ഒരു സമയത്താണ്, നമുക്ക് കോവിഡ് ടൈമിൽ വേറെ ഒന്നും ചെയ്യാനില്ലാത്തിരുന്ന സമയത്താണ് നമ്മൾ ഇതിലേക്ക് എത്തുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ യൂട്യൂബിലേക്കുള്ള ഓരോ കോണ്ടന്റുകൾക്കും വേണ്ടിയിട്ടാണ് ഓരോ കോൺസെപ്റ്റുകളും പഠിക്കുന്നത്. അപ്പം അങ്ങനെ പഠിച്ച് നമുക്ക് മുന്നോട്ട് ഓക്കെ, ഇത് അത്യാവശ്യം നല്ലൊരു പരിപാടിയാണ്. നമുക്ക് വീട്ടിൽ ആദ്യമൊക്കെ നമുക്ക് ചെറിയ പ്രോഫിറ്റ് കിട്ടുമ്പോൾ സന്തോഷമാണല്ലോ. അപ്പം അങ്ങനെ ആണ് പിന്നെ മുഴുവനായിട്ടും ഇതിലേക്ക് തന്നെ തിരിഞ്ഞത്. അങ്ങനെയാണ് ആ ജേണി. അങ്ങനെയാണ് കോളേജിൽ നിന്നും അത് ഡ്രോപ്പ് ചെയ്തിട്ട് ഇതിലേക്ക് എത്തിയിട്ടുള്ളത്. അങ്ങനെയാണ്. അപ്പോൾ വീട്ടിൽ നിന്നുള്ളൊരു സപ്പോർട്ട് എങ്ങനെയായിരുന്നു? യൂഷ്വലി നമ്മൾ കോളേജ് ഡ്രോപ്പ് ഔട്ടാണ്, എന്തായാലും വീട്ടിലൊരു പ്രഷർ ഉണ്ടാവുമല്ലോ, പണിക്ക് പോകുമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ എന്തെങ്കിലും? അത് എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്. പക്ഷെ എൻ്റെ വീട്ടിൽ നിന്ന് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിപ്പോൾ ഞാൻ ഭയങ്കര റിച്ച് ആയതുകൊണ്ടൊന്നല്ല, ഞങ്ങളൊരു മിഡിൽ ക്ലാസ് ഫാമിലി തന്നെയാണ്. പക്ഷെ എൻ്റെ വീട്ടുകാർ ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പം അമ്മയായാലും എന്നെ അങ്ങനെ ജോലിക്ക് അല്ലെങ്കിൽ എനിക്കിഷ്ടമുള്ളൊരു കാര്യം ചെയ്യുമ്പോൾ അതിനെ എതിർത്തിട്ട് ഇതൊന്നും വേണ്ട ജോലിക്ക് പോകുന്ന എൻ്റെ അമ്മയൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിപ്പോൾ എൻ്റെ വീട്ടിൽ ആരും പറഞ്ഞിട്ടില്ല. അപ്പോൾ എനിക്ക് അങ്ങനെ വീട്ടിൽ നിന്നുള്ളൊരു പ്രഷർ എനിക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ ഒരു പ്രശ്നം വരാൻ അവിടെ സാധ്യത ഉള്ളത്, ഇപ്പോൾ എന്തായാലും ട്രേഡിങ്ങിൽ ആദ്യമായിട്ട് ഒരു ജോലിയും കൂലിയും ഒന്നും ഇല്ലാത്ത ഒരാൾ ആദ്യമായിട്ട് ട്രേഡ് ചെയ്യാനായിട്ട് വരുമ്പോൾ
അയാളുടെ ഇൻകം, അയാൾക്കൊരു സോഴ്സ് ഓഫ് ഇൻകം വേണമല്ലോ, സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം വേണമല്ലോ, അത് ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. അപ്പോൾ അവിടെ എനിക്ക് ഒരു രക്ഷകനായിട്ടുള്ളത് യൂട്യൂബ് തന്നെയാണ്. കാരണം എനിക്ക് ആ സമയത്ത് മോണിറ്റൈസ്ഡ് ആയിട്ടുണ്ടായിരുന്നു യൂട്യൂബ് ചാനൽ. അപ്പോൾ അതിൽ നിന്നും ചെറിയ ചെറിയ ഒരു ബേസിക് $100 $100-120 എനിക്ക് മന്ത്ലി ഒരു പേ ഔട്ട് കിട്ടാറുണ്ട് യൂട്യൂബിൽ നിന്ന്. പ്ലസ് നമുക്കിപ്പോൾ വാസ്ട്രിക്സ് പോലുള്ള എക്സ്ചേഞ്ചസിൻ്റെ പ്രൊമോഷൻസ്, ആ സമയത്തൊക്കെ വാസ്ട്രിക്സ് ഭയങ്കര കിടിലൻ എക്സ്ചേഞ്ച് ആയിരുന്നു, ഇന്ത്യയിലത്തെ ഏറ്റവും ടോപ്പ് എക്സ്ചേഞ്ച് ആയിരുന്നു. സോ അതിൻ്റെ എല്ലാം പ്രൊമോഷൻസ് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ മാസവും നമുക്ക് അത്യാവശ്യം ഒരു ഏണിങ്സ് ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ട്രേഡിങ്ങിൽ ലോസ് വന്നാലും എനിക്ക് എൻ്റെ ജീവിതത്തെ അത് ബാധിക്കുന്നുണ്ടായിരുന്നില്ല. കാരണം ആ ഒരു ഏജിൽ ഇപ്പോൾ ഞാൻ എൻ്റെ എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ വെച്ചുകൊണ്ട് ഒരു ജോലിക്ക് പോകുകയാണെങ്കിൽ പോലും എനിക്ക് ചിലപ്പോൾ അത്രയും സാലറി കിട്ടണമെന്നില്ല. അപ്പോൾ അതെനിക്ക് ആ കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറയുന്ന ആ ഒരു ഭാഗത്തുനിന്ന് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ വീട്ടുകാർക്കും വേറെ എതിർപ്പ് ഉണ്ടാവേണ്ട ആവശ്യമില്ല അവിടെ. ഇനിഷ്യലി അപ്പം ക്യാപിറ്റലൊക്കെ എങ്ങനെയാ? ക്യാപിറ്റൽ ഞാൻ പറഞ്ഞല്ലോ, നമുക്ക് കിട്ടുന്നത് യൂട്യൂബിൽ നിന്നാണ്. പിന്നെ അത്യാവശ്യം അല്ലറ ചില്ലറ പോക്കറ്റ് മണീസ് ഒക്കെ നമുക്ക് അവിടെ നിന്ന് നോക്കി കിട്ടും. അപ്പോൾ അതെല്ലാം വെച്ചുകൊണ്ട് തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. പക്ഷെ അതെല്ലാം ഉടനെ തന്നെ വാഷ് ഔട്ട് ആവുന്ന സാഹചര്യങ്ങൾ തന്നെയായിരുന്നു തുടക്കത്തിൽ ഉണ്ടായിരുന്നത്. അത് എല്ലാവരെ പോലെ തന്നെ ഒരുപാട് നഷ്ടങ്ങളൊക്കെ വന്നിട്ട് തന്നെയാണ് നമ്മൾ പഠിക്കുക. നമ്മളിതിന് പഠിക്കാൻ വേണ്ടി കൊടുക്കുന്ന ഒരു ട്യൂഷൻ ഫീ ആയിട്ട് കണ്ടാൽ മതി നഷ്ടങ്ങളൊക്കെ തന്നെ. അപ്പോൾ എത്ര ഇയേഴ്സ് എടുത്തിട്ടുണ്ടാവും അതിലൊന്ന് സ്റ്റേബിൾ ആവാൻ, പ്രോഫിറ്റബിൾ ആവാൻ വേണ്ടിയിട്ട്? നമുക്ക് പ്രോഫിറ്റബിൾ ആവാനായിട്ട് നമുക്ക് ആദ്യം തന്നെ ട്രേഡ് ചെയ്യുമ്പോൾ ചിലപ്പോൾ നമുക്ക് പ്രോഫിറ്റ് കിട്ടിയേക്കാം. ഫസ്റ്റ് ട്രേഡിൽ ചിലപ്പോൾ പ്രോഫിറ്റ് കിട്ടിയേക്കാം. കുറച്ച് ലോസുകൾ ഉണ്ടെങ്കിലും ലോസും പ്രോഫിറ്റും മാറി മാറി വന്നേക്കാം. പക്ഷെ അവിടെ ഒന്നും തന്നെ നമുക്കിപ്പോൾ ഒരു $100 പ്രോഫിറ്റ് കിട്ടുന്നുണ്ടെങ്കിൽ അപ്പുറത്ത് ലോസ് ആവുന്നത് $200 ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്താണ്, നമ്മൾ പ്രോഫിറ്റ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്, പക്ഷെ അതിനേക്കാൾ ഉണ്ടാക്കുന്ന പ്രോഫിറ്റിനേക്കാളും വേഗത്തിൽ ലോസ് അത് കൊണ്ടുപോകുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എന്താണ് ഇതിൻ്റെ പ്രശ്നമെന്ന് മനസ്സിലാക്കാനായിട്ട് കുറച്ച് സമയം എന്തായാലും എടുക്കും. അപ്പോൾ ആ ഒരു കാര്യം മനസ്സിലാക്കുന്നത് വരെ എനിക്കൊരു 2-3 വർഷം എടുത്തിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ട് അത്രയും സമയം എടുക്കില്ലായിരിക്കാം. പക്ഷെ അത് എൻ്റെ ഒരു മൈൻഡ് സെറ്റിൻ്റെ പ്രശ്നമാണ്. കാരണം ഞാൻ പറഞ്ഞല്ലോ, ബാക്കിയുള്ള എല്ലാ ആളുകളെയും പോലെ തന്നെ, സാധാരണക്കാരായിട്ടുള്ള എല്ലാ ആളുകളെയും പോലെ തന്നെ പ്രോഫിറ്റ് വരുമ്പോൾ ഭയങ്കരമായിട്ട് സങ്കടപ്പെടുകയും ലോസ് വരുമ്പോൾ ഭയങ്കര സങ്കടപ്പെടുകയും പ്രോഫിറ്റ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ആഹ്ലാദിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടത്തിൽ തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ലോസ് വന്നു കഴിഞ്ഞാൽ അത് എങ്ങനെയെങ്കിലും റിക്കവർ ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ട് അടുത്ത ട്രേഡിലേക്ക് പോകും. ഉള്ള ക്യാപിറ്റൽ മൊത്തം വാഷ് ഔട്ട് ആവും. ഈ ഒരു രീതി തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതെ, എല്ലാവർക്കും. ഞാനൊരു അതിൽ വന്നതാണല്ലോ, ആ ഒരു സ്റ്റെപ്പായിട്ട് വന്നതാണല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ അങ്ങനെയായിരുന്നു അത് അതിൻ്റെ ഒരു ജേണി എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ ഇതിൻ്റെ പ്രശ്നം എന്താണ്, എന്തുകൊണ്ടാണ് എൻ്റെ ക്യാപിറ്റൽ വാഷ് ഔട്ട് ആവുന്നത്, എന്തുകൊണ്ടാണ് എനിക്ക് പ്രോഫിറ്റിനേക്കാളും കൂടുതൽ ലോസ് വരുന്നത് എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കിയെടുത്തതിന് ശേഷമാണ് കുറച്ചുകൂടി ഇമ്പ്രൂവ് ആയിട്ട് വന്നിട്ടുള്ളത്. പൂർണ്ണമായിട്ടൊന്നും പറയാൻ പറ്റില്ല, നമ്മുടെ മൈൻഡ് സെറ്റിൻ്റെ കുറേ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. എങ്കിലും നമുക്കൊരു സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടാക്കിയെടുക്കാനും പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ്മെൻറ്റിനും അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ഉണ്ടെങ്കിലേ നമുക്കിതിൽ നിലനിന്ന് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു കാര്യത്തിലേക്ക് എത്തിയിട്ടുള്ളത് അവിടെ നിന്നാണ്. ഒരു 2-3 വർഷം എടുത്തിട്ടുണ്ട് അതൊന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അതിന് ശേഷമാണ് പിന്നീടൊന്ന് സെറ്റായിട്ട് വന്നിട്ടുള്ളത്. നമുക്ക് ആ ഒരു പ്രോപ്പർ മൈൻഡ് സെറ്റിലേക്ക് എത്തിയിട്ടുള്ളത് അതിന് ശേഷമാണ്. ഇനിഷ്യലി ഒറ്റ ഒരു സ്ട്രാറ്റജിയിലായിരുന്നോ ഫോക്കസ് ചെയ്തിരുന്നത്, അതോ പല പല സ്ട്രാറ്റജീസ് മാറി മാറി പരീക്ഷിച്ചിട്ടുണ്ടോ? ഓഫ് കോഴ്സ്, തീർച്ചയായിട്ടും ഉണ്ട്. കാരണം ആദ്യം നമ്മൾ പഠിക്കുന്ന നോർമൽ ബേസിക് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. അത് വെച്ച് നമ്മൾ നോക്കും, നമ്മൾ ഫെയിലാവും. കുറേ ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടുവരും, RSI, MACD, അങ്ങനെ കുറേ ഇൻഡിക്കേറ്റേഴ്സ് കൊണ്ടിടും. അത് വെച്ചുകൊണ്ട് എന്തൊക്കെയോ നമ്മൾ കാണിക്കാൻ നോക്കും, അത് വർക്കൗട്ട് ആവില്ല എന്ന് തോന്നും. വീണ്ടും നമുക്ക് ഓരോന്നും ട്രൈ ചെയ്യുന്നു, പരാജയപ്പെടുന്നു, ട്രൈ ചെയ്യുന്നു, പരാജയപ്പെടുന്നു, എല്ലാം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇൻഡിക്കേറ്റേഴ്സിനെ പറ്റിയിട്ട് ഞാൻ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറയുന്നത് അതുകൊണ്ടാണ്. ഞാനും ഒരു സമയത്ത് ഇപ്പോൾ MACD പോലുള്ള ഇൻഡിക്കേറ്ററും ബോളിഞ്ചർ ബാൻഡ്സും RSI ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാൻ ശ്രമിച്ചിട്ടുണ്ടായിരുന്ന ഒരാൾ തന്നെയാണ്. ഞാനിതൊന്നും വർക്ക് ചെയ്യില്ല എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഇൻഡിക്കേറ്റർ മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ട്രേഡ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ലെവൽസ് മാത്രം വെച്ചുകൊണ്ട് വേണമെങ്കിൽ പറ്റും. ഓഫ് കോഴ്സ് പറ്റും, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് മാത്രം വെച്ചുകൊണ്ട് പറ്റും. പക്ഷേ നമുക്ക് അവിടെ ഒരു നോളജ് ഉണ്ടായിരിക്കണം. എന്തുകൊണ്ട് ഈ സപ്പോർട്ട് അത് പ്രോപ്പറായിട്ടുള്ള സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ RSI എന്തുകൊണ്ട് ഇങ്ങനെ ഒരു റിയാക്ഷൻ കാണിച്ചിരുന്നു എന്നുള്ളൊരു മാർക്കറ്റിനെ മനസ്സിലാക്കണം. സോ അതിൻ്റെ ഏറ്റവും മെയിൻ സംഭവം എന്ന് പറയുന്നത് പ്രൈസ് ആക്ഷനാണ്. സോ ഞാൻ ബേസിക്കലി ഒരു പ്രൈസ് ആക്ഷൻ ട്രേഡറാണ്. പ്രൈസ് ആക്ഷൻ മാത്രം നോക്കിക്കൊണ്ട് ട്രേഡ്സ് എടുക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് തന്നെ പ്രൈസ് ആക്ഷന് അത്രയും ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് മനസ്സിലാക്കിയതിന് ശേഷമാണ് ഞാൻ ഈ പല പല ഇൻഡിക്കേറ്റേഴ്സും പല പല ടൂൾസും മാറി മാറി ഉപയോഗിക്കുന്നത് നിർത്തിയിട്ട് ഒരൊറ്റ കോൺസെപ്റ്റിൽ അല്ലെങ്കിൽ ബേസിക് ആയിട്ടുള്ള ആ ഒരു കാര്യത്തിൽ ഫുൾ കോൺസെൻട്രേറ്റ് നിന്നതും പിന്നീട് അവിടെ നിന്ന് അത് മാത്രം വെച്ചുകൊണ്ട് ട്രേഡ് ചെയ്ത് പോകുന്നത്. അങ്ങനെയാണ് അതിലേക്ക് എത്തിയിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും പോലെ തന്നെ കുറേ ഇൻഡിക്കേറ്റേഴ്സ് ഇട്ടിട്ടുണ്ട്, കുറേ ഇതൊക്കെ കുറേ ആദ്യമൊക്കെ ചാർട്ട് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിറച്ച് ലൈൻസ് ആവും. ഇപ്പോഴും കുറേ പേരുണ്ട് ക്യാൻഡിൽ സ്റ്റിക്കുകൾ കാണാൻ പറ്റുന്നുണ്ടാവില്ല, ഫുള്ള് ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊക്കെ ആയിരിക്കും.
അപ്പോൾ അത് വെച്ചുകൊണ്ടൊക്കെ പൈസ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല. അത് ക്യാൻഡിൽ സ്റ്റിക്കുകൾ കണ്ടാലല്ലേ എവിടെ ട്രേഡ് എടുക്കുമെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയാണ് അതിൻ്റെ ഒരു കാര്യം. ഇവിടെ ശരിക്കും ഫോറക്സ് ആയിക്കോട്ടെ ക്രിപ്റ്റോ ആയിക്കോട്ടെ മാർക്കറ്റിൽ ന്യൂസസ് ഭയങ്കരമായിട്ട് ബാധിക്കത്തില്ലേ? അപ്പൊ അതെങ്ങനെയാ ചെയ്യാ? ലൈക്ക് ഇതിപ്പോൾ ചിലപ്പോൾ ഞാൻ അത് എൻ്റെ ഒരു വ്യൂ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എനിക്ക് കുറേ പേര് ഇവനെന്താ ഇങ്ങനെയൊക്കെ പറയുന്നത് ചിലപ്പോൾ തോന്നും. ഞാൻ ഒരു ഡേ ട്രേഡ് എടുക്കും. ഞാൻ ബിറ്റ് കോയിനിൽ മാത്രമേ ട്രേഡ് ചെയ്യാറുള്ളൂ. ക്രിപ്റ്റോ ട്രേഡ് ചെയ്യുമ്പോൾ ബിറ്റ് കോയിൻ മാത്രമേ ഞാൻ നോക്കാറുള്ളൂ. ഞാൻ ഒരിക്കലും അതിൻ്റെ ഫണ്ടമെൻ്റൽസ് നോക്കിക്കൊണ്ടോ അല്ലെങ്കിൽ ന്യൂസ് ബേസ് ചെയ്തുകൊണ്ട് ഞാൻ ട്രേഡ് ചെയ്യാറില്ല. ഡേ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ ന്യൂസ് നോക്കാറില്ല, ഒന്നും നോക്കാറില്ല. എന്തെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഇവൻറ്റുകൾ നടക്കുന്ന ദിവസം ഉണ്ടെങ്കിൽ ഞാൻ അന്ന് ട്രേഡ് എടുക്കാറില്ല. കാരണം ഭയങ്കര വോളട്ടൈൽ ആയിട്ടുള്ള മാർക്കറ്റ് ആയിരിക്കും, ഭയങ്കര മാനിപ്പുലേഷൻ അവിടെ ഉണ്ടാവാറുണ്ട്. സോ നമ്മൾ എന്തിനാണ് വെറുതെ ആ മാനിപ്പുലേഷനെ കൊണ്ടുപോയി ആലോചിക്കുന്നത്? സോ ഞാനത് നോക്കാറില്ല. അത് പലരും എതിരഭിപ്രായം ഉണ്ടാവുന്ന ആൾക്കാരുണ്ടായിരിക്കും, പക്ഷെ ഇതെൻ്റെ ഒരു രീതിയാണ്, ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു രീതിയാണ്. സോ ഞാൻ പ്യൂർലി ടെക്നിക്കൽ, പ്യൂർലി പ്രൈസ് ആക്ഷൻ മാത്രം നോക്കിക്കൊണ്ട് ആണ് ട്രേഡ് എടുക്കാറുള്ളത്. ഒരു ഡെയിലി ബയാസോ അല്ലെങ്കിൽ ഓക്കെ ഇന്ന് മാർക്കറ്റ് ഈ ഡയറക്ഷനിലേക്ക് പോകുമെന്നുള്ളൊരു ഒരു മുൻധാരണ ഞാൻ വെക്കാറില്ല. കംപ്ലീറ്റ്ലി എൻ്റെ സ്ട്രാറ്റജി ബേസ്ഡ് ആയിട്ട് എൻ്റെ സെറ്റ് ഓഫ് റൂൾസിനെ ബേസ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ ട്രേഡ് ചെയ്യാറുള്ളത്. ഇനിഷ്യലി ഉണ്ടായിരുന്ന ഇമോഷൻസ് ഉണ്ടല്ലോ, ഇപ്പം പറഞ്ഞ മാതിരി ആദ്യമേ നമ്മൾ ട്രേഡ് എടുക്കുമ്പോൾ പ്രോഫിറ്റ് കിട്ടുന്നു. ഡെഫിനറ്റ്ലി പ്രോഫിറ്റ് കിട്ടുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന സന്തോഷമാണല്ലോ പിന്നീട് നമ്മളെ ബൂസ്റ്റ് ചെയ്യുന്നത് അടുത്ത ട്രേഡ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനത്തെ ഇമോഷൻസ് എങ്ങനെയാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്? ഈവൻ നമ്മളുടെ ട്രേഡ് ലോസ് ആയി പോകുമ്പോൾ റിവെഞ്ച് ട്രേഡ് എടുക്കുന്നു, അത് വീണ്ടും ലോസ് ആവുന്നു, അത് പിന്നെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെയും ട്രേഡ് എടുക്കുന്നു. ആ ഒരു രീതിയിൽ കൂടെ ആയിരിക്കും ഒട്ടുമിക്ക എല്ലാ ട്രേഡേഴ്സും കടന്നു പോയിട്ടുണ്ടാവുക. ആ ഇമോഷൻസ് ഒക്കെ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്തത്? അതായത് നമ്മൾ ഇപ്പോൾ ബിഗിനേഴ്സ് ആയിട്ട് വരുന്ന എല്ലാവരും ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് നല്ലൊരു ഹൈ വിൻ റേറ്റ് ഉള്ളൊരു സ്ട്രാറ്റജി ഉണ്ടാക്കിയെടുക്കുക, അത് പഠിച്ചെടുക്കുക എന്നുള്ളൊരു കാര്യമാണ് എല്ലാവരും ഫോക്കസ് ചെയ്യുന്നത്. പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം അങ്ങനെ ഒരു സ്ട്രാറ്റജി ഇല്ല, ഒരു ഹൈ വിൻ റേറ്റ് ഉള്ളൊരു സ്ട്രാറ്റജി ഇല്ല. ലോകത്തിലെ ഏറ്റവും ടോപ്പ് ട്രേഡേഴ്സ് എടുത്താൽ പോലും ചിലപ്പോൾ അവരുടെ വിന്നിങ് റേറ്റ് എന്ന് പറയുന്നത് 50% താഴെയായിരിക്കും. ഇപ്പം ഞാൻ റീസെൻ്റ് ആയിട്ട് നമ്മുടെ ഷിജ്മോൻ ആൻ്റണി സാറിൻ്റെ ഇൻ്റർവ്യൂ കണ്ടപ്പോൾ ആളുടെ വിൻ റേറ്റ് എന്ന് പറയുന്നത് ഒരു 45% ആ റേഞ്ചൊക്കെയാണ്. അപ്പോൾ നമ്മൾ ഈ ഇത്രയും അവരത് വെച്ചുകൊണ്ടാണ് ഇത്രയും കോടികൾ പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ ഒരു 90% വിൻ റേറ്റ് 100% വിൻ റേറ്റ് എന്നൊക്കെ പറഞ്ഞു പോകുന്നത് മണ്ടത്തരാണ്. അവിടെ അതല്ല അതിൻ്റെ കാര്യം, ഇമോഷൻസ് ആണ്. നമ്മളെങ്ങനെ നമ്മുടെ ഇമോഷൻസിനെ അവിടെ കൺട്രോൾ ചെയ്യുന്നു. ഇപ്പോൾ ഒരു 1 ലക്ഷം വെച്ച് ട്രേഡ് ചെയ്യുന്ന ഒരാൾക്ക് ഒറ്റ ട്രേഡിലൊരു 50,000 രൂപ നഷ്ടം വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും അവിടെ ഇമോഷണലി കൂളായിട്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, അപ്പോൾ നമ്മളവിടെ ചെയ്യേണ്ട കാര്യം നമുക്ക് എങ്ങനെ ഒരു ട്രേഡ് ലോസ് ആയാലും നമ്മുടെ ഇമോഷൻസിനെ അവിടെ പ്രോപ്പറായിട്ട് നമുക്ക് എങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റും, എങ്ങനെ നമുക്കവിടെ കൂളായിട്ടിരിക്കാൻ പറ്റും എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ഏറ്റവും പ്രധാനമായിട്ട് ചിന്തിക്കേണ്ടത്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം നമ്മുടെ ലോസസിനെ ലിമിറ്റ് ചെയ്യുക എന്നുള്ളതാണ്. 1 ലക്ഷം വെച്ച് ട്രേഡ് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ വളരെ ചെറിയൊരു ലോസ് മാത്രമേ വരുള്ളൂ എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വേറെ ടെൻഷൻ ഇല്ല. അപ്പോൾ ഞാൻ 1 ലക്ഷം വെച്ച് ട്രേഡ് ചെയ്യുന്നു, എനിക്കൊരു 1000 രൂപ മാത്രമേ അവിടെ നഷ്ടപ്പെടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ എനിക്ക് അവിടെ വേറെ ടെൻഷൻ ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മളത് നോക്കിക്കണ്ടാൽ മാത്രമേ നമുക്ക് അവിടെ വിജയിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ ഇമോഷൻസിനെ മെയിനായിട്ട് ഒന്ന് പിടിച്ച് നിർത്തണം, അല്ലാത്ത പക്ഷം ഒരു രക്ഷയില്ല. ശരിക്കും നമ്മുടെ ഇമോഷൻസ് വെച്ചിട്ട് തന്നെയാണ് മാർക്കറ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ വേറെ തർക്കമൊന്നുമില്ല, ആർക്കും തർക്കമുണ്ടാവാൻ വഴിയില്ല. അപ്പോൾ ഇമോഷൻസ് മെയിൻ ഒരു പരിപാടിയാണ്. ഇമോഷൻസ് കൺട്രോൾ ചെയ്യേണ്ടത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഇതിവിടെ റിസ്ക് റിവാർഡ് എങ്ങനെയാണ് മാനേജ് ചെയ്തുകൊണ്ടിരുന്നത്? നമ്മൾ ഈ റിസ്ക് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ഇമോഷൻസിനെ പ്രോപ്പറായിട്ട് നമുക്ക് കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു ചെറിയ വിൻ റേറ്റിൽ പോലും അത്യാവശ്യം റിട്ടേൺസ് കിട്ടണമെന്നുണ്ടെങ്കിൽ അവിടെ ഭയങ്കര ഇമ്പോർട്ടൻസ് വരുന്ന ഒരു കാര്യമാണ് റിസ്ക് റിവാർഡ് എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പറയാറുണ്ട്, നിങ്ങൾ ഒരു 1.5 മേലെ എപ്പോഴും റിസ്ക് റിവാർഡ് വെക്കണം. ഓക്കെ, 1:1.5 മേലെ കൂടുതലാണെങ്കിൽ അത്രയും നല്ലത്. കാരണം നമ്മുടെ റിസ്ക് റിവാർഡ് കൂടുമ്പോൾ നമ്മുടെ വിൻ റേറ്റ് കുറഞ്ഞാലും നമ്മളവിടെ പ്രോഫിറ്റബിൾ ആവും. ഈ 1:1 ഒക്കെ വെച്ച് ട്രേഡ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ ഒരു 50% വിൻ റേറ്റ് അവർക്ക് കിട്ടുന്നുള്ളൂ എന്നുണ്ടെങ്കിൽ പോലും അവർ ലോസിലേക്ക് ഉണ്ടായിരിക്കാം. നേരെ മറിച്ച് ഒരു 1:2 ആണ് RR എന്നുണ്ടെങ്കിൽ ഒരു 50% വിൻ റേറ്റ് ഉള്ളൂ എങ്കിൽ പോലും അത് അവരെടുക്കുന്ന പകുതി ട്രേഡുകളിൽ ലോസ് ആയാലും അവർ ഈ കൃത്യമായിട്ട് ഈ 1:2 RR ഫോളോ ചെയ്ത് പോകുന്നുണ്ടെങ്കിൽ അവർ പ്രോഫിറ്റബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങൾ കാണേണ്ടത്. നമുക്കൊരിക്കലും ലോസ് ഇല്ലാതെ ട്രേഡ് ചെയ്യാൻ പറ്റില്ല. ലോസ് ഈ ഒരു ഗെയിമിൻ്റെ പാർട്ടാണ്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കുക. ലോസ് വരുമ്പോൾ ചുമ്മാ ഇമോഷൻ അടിച്ച് നമ്മൾ റിവെഞ്ച് ട്രേഡിങ്ങിനോ അല്ലെങ്കിൽ ഓവർ ട്രേഡിങ്ങിനോ പോകാതെ ആ ലോസിനെ ലിമിറ്റ് ചെയ്യുക. നമുക്ക് എപ്പോഴും നമ്മുടെ ക്യാപിറ്റലിനെ പ്രൊട്ടക്ട് ചെയ്യാം. ഞാൻ എപ്പോഴും എൻ്റെ സ്റ്റുഡൻസിൻ്റെ അടുത്ത് എല്ലാ ക്ലാസ്സിലും ഞാൻ പറയാനുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഇന്നൊരു 1 ലക്ഷം ഇട്ടിട്ട് അത് ഡബിൾ ആക്കാനല്ല നോക്കേണ്ടത്. നമ്മൾ ഇന്നിട്ടിട്ടുള്ള ക്യാപിറ്റൽ 1 ലക്ഷം ആയിക്കോട്ടെ 1000 രൂപ ആയിക്കോട്ടെ, അതിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഒരു ട്രേഡിൽ ലോസ് ആയാലും അതിന് നമുക്ക് വലിയ കോട്ടം തട്ടാത്ത രീതിയിൽ, നമ്മുടെ ക്യാപിറ്റലിന് വലിയ പരിക്കുകളൊന്നും പറ്റാത്ത രീതിയിൽ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ശ്രമിക്കുക. പ്രോഫിറ്റിനെ പറ്റി ചിന്തിക്കേണ്ട, ലോസിനെ പറ്റി മാത്രം ചിന്തിക്കുക. ലോസിനെ പറ്റി ചിന്തിച്ച് നമ്മൾ ലോസ് ലിമിറ്റ് ചെയ്യുകയാണെങ്കിൽ ഓട്ടോമാറ്റിക്കായിട്ട് അപ്പുറത്തെ സൈഡിൽ പ്രോഫിറ്റ് വന്നോളൂ. കാരണം നമ്മുടെ കയ്യിൽ ക്യാപിറ്റൽ ഉണ്ടെങ്കിലേ നമുക്ക് നാളെയും ട്രേഡ് ചെയ്യാൻ പറ്റുള്ളൂ.
ഒറ്റ ട്രേഡിൽ തന്നെ അത് മൊത്തം ലിക്വിഡേറ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ നാളേക്ക് നമുക്ക് ക്യാപിറ്റൽ ഇല്ല. അപ്പോൾ ക്യാപിറ്റൽ പ്രൊട്ടക്ട് ചെയ്യുക, അതിനനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാം. അതാണ് മെയിൻ ആയിട്ടുള്ള ഒരു കാര്യം. അതിന് റിസ്ക് ഒരുപാട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ട്രേഡിങ്ങിനെ ഇപ്പോൾ ഒരു ഫുൾ ടൈം കരിയർ ആയിട്ടാണല്ലോ കൊണ്ടുപോകുന്നത്. അപ്പം എന്തെങ്കിലും ലൈക്ക് മന്ത്ലി ടാർഗറ്റ് പ്ലാൻസോ ട്രേഡ് പ്ലാൻസോ ഒക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ? ഈ ട്രേഡിങ് ഫുൾ ടൈം കരിയർ ഓപ്ഷൻ ആയിട്ട് എടുക്കാൻ പറ്റുമെന്ന് കുറേ പേര് ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ ഒപ്പം ചോദിക്കാറുള്ളൊരു സാധാരണ എനിക്ക് കിട്ടാറുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്, എല്ലാ ദിവസവും ട്രേഡ് എടുക്കാറുണ്ടോ, ഒരു ദിവസം എത്ര ട്രേഡ് എടുക്കുന്നൊക്കെ ചോദിക്കാറുണ്ട്. അപ്പോൾ ആദ്യമായിട്ട് പറയാനുള്ളത്, ഒരു ഫുൾ ടൈം ട്രേഡിങ് ഒരു കരിയർ ഓപ്ഷനായിട്ട് എടുക്കുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ എപ്പോഴും ഏറ്റവും ബെറ്റർ ആയിട്ടുള്ളൊരു രീതി എന്ന് പറയുന്നത് നമുക്ക് അപ്പുറത്തൊരു സ്റ്റേബിൾ ഇൻകം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു ജോലി ഉണ്ടെങ്കിൽ അത്, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ബിസിനസ് ഉണ്ടെങ്കിൽ അത്. അപ്പോൾ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഇൻകം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ഇമോഷൻസ് എന്ന് പറയുന്ന ആ ഒരു പാർട്ട് നമുക്ക് കുറച്ചുകൂടി ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും ട്രേഡിങ്ങിനകത്ത്. കാരണം ഇമോഷൻസ് നമുക്ക് അവിടെ പണി തരിക നമുക്ക് ലോസ് വരുമ്പോഴാണ്. അപ്പോൾ ആ ലോസ് നമ്മുടെ ലൈഫിനെ ബാധിക്കാത്ത രീതിയിലാണ് പോകുന്നത് എന്നുണ്ടെങ്കിൽ, അതായത് നമുക്ക് ട്രേഡിങ്ങിൽ കുറച്ച് ലോസ് വന്നാലും നമ്മുടെ ഡേ ടു ഡേ ലൈഫിലുള്ള കാര്യങ്ങളാണ്. നമുക്കൊരു മന്ത്ലി പല ചിലവുകളുണ്ടാവുമല്ലോ, ആ എക്സ്പെൻസസ് എല്ലാം നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഇൻകം നമുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. അല്ലാതെ ഈ ഒരു ട്രേഡിംഗ് ഒരു ഫുൾ ടൈം കരിയർ ഓപ്ഷൻ ആക്കി എടുക്കുന്നത് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യാത്തൊരു കാര്യമാണ്. പറ്റാത്ത കാര്യമൊന്നുമല്ല, പക്ഷെ ഞാനത് റെക്കമെൻഡ് ചെയ്യില്ല. അതേപോലെ തന്നെ എല്ലാ ദിവസവും ട്രേഡ് എടുക്കണം എന്നുള്ളൊരു മൈൻഡ് സെറ്റും ആർക്കും വേണ്ട. അതിൻ്റെ ആവശ്യമില്ല. ഒരു ഡേ ട്രേഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ദിവസവും ട്രേഡ് എടുത്താൽ മാത്രമേ അവർ ഒരു പ്രൊഫഷണൽ ട്രേഡർ ആവുള്ളൂ, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. നമ്മുടെ സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടായിരിക്കും, നമ്മുടെ സ്ട്രാറ്റജീനെ ബേസ് ചെയ്തുള്ള സെറ്റ് ഓഫ് റൂൾസ് ഉണ്ടായിരിക്കും. ആ റൂൾസിനനുസരിച്ച് കൊണ്ടുള്ളൊരു എൻട്രി ഓപ്പർച്യൂണിറ്റി കിട്ടുകയാണെങ്കിൽ മാത്രം അന്ന് ട്രേഡ് എടുത്താൽ മതി, അല്ലെങ്കിൽ അവിടെ വെറുതെ ഇരിക്കുക. ട്രേഡിങ്ങിൻ്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഫ്രീഡാണ്. അപ്പോൾ നമ്മൾ എല്ലാ ദിവസവും ചാർട്ടിന് മുമ്പിൽ ഓക്കെ ഇന്ന് ട്രേഡ് വേണമെന്ന് പറഞ്ഞിരിക്കുന്നതിൽ എവിടെയാണ് ഫ്രീഡം ഉള്ളത്? നമുക്ക് ആവശ്യമുള്ള സമയത്തെല്ലാം തന്നെ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങളെല്ലാം, ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ ഈ ഫ്രീഡം എന്ന് പറയുന്നത്. അപ്പോൾ അതിനനുസരിച്ച് മാത്രം അതിനെ കണ്ടാൽ മതി. ഒരു ഫുൾ ടൈം കരിയർ ഓപ്ഷൻ ആയിട്ട് അത് ട്രേഡിങ് മാത്രം ഒരു സാധനമായിട്ട് ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. യൂഷ്വലി ട്രേഡ് ഇല്ലാത്ത ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും ആ ഒരു ഡേ ടു ഡേ ലൈഫ്? ഞാൻ സിനിമ കാണാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ്. എൻ്റെ വീഡിയോസ് കണ്ട് ഞാൻ ചിലപ്പോൾ അറിയായിരിക്കും, ഞാൻ എല്ലാ സിനിമയ്ക്കും എല്ലാ FDFS പോയി കാണുന്ന ആളാണ്. അപ്പോൾ ട്രേഡ്സ് ഒന്നും ഇല്ലാത്ത ദിവസങ്ങളിൽ ഞാൻ സാധാരണ ഏതെങ്കിലും സിനിമകൾ കാണുന്നത് തന്നെയാണ്. ഇപ്പോൾ നെറ്റ്ഫ്ലിക്സിലോ പ്രൈമിലൊക്കെ പോയിട്ട് സിനിമകൾ കാണുന്നത് തന്നെയാണ് പരിപാടി. ട്രേഡ് എടുക്കുന്ന ദിവസങ്ങളിലായാലും ഇതൊക്കെ തന്നെയാണ് പരിപാടി. അത് ട്രേഡ് നമ്മളൊരു ട്രേഡിലേക്ക് കയറി കഴിഞ്ഞാൽ പിന്നെ അത് നോക്കിക്കൊണ്ടിരുന്നത് കൊണ്ട് വലിയ കാര്യമൊന്നുമില്ല. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്നത് കൊണ്ട് ലോസ് ആവാൻ പോകുന്ന ട്രേഡ് പ്രോഫിറ്റ് ആകാൻ പോകുന്ന ട്രേഡ് ലോസ് ആവാനോ ഒന്നും പോകുന്നില്ല. അപ്പോൾ നമ്മളവിടെ കൂളായിട്ടിരിക്കുക. നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമുക്ക് ഭയങ്കരമായിട്ട് ടെൻഷൻ വരാം. കാരണം പ്രൈസ് ഒരിക്കലും ഒരു സ്ട്രേറ്റ് ലൈനിൽ പോയില്ല, ഒരു സിക്സ് ആക്ക് മൂവ്മെന്റിലേക്കും പോവാം. അപ്പോൾ താഴേക്ക് ഇറങ്ങി വരുമ്പോൾ നമ്മുടെ ഹാർട്ട് പടപട അടിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ നമ്മുടേതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അനാലിസിസ് ഒക്കെ ചെയ്തിട്ടുണ്ട്, പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ സെറ്റ് ഓഫ് റൂൾസ് ഫോളോ ചെയ്തിട്ടാണ് ട്രേഡ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ നോക്കിക്കൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ ഒരു ട്രേഡിലേക്ക് കയറി കഴിഞ്ഞാലും ചിലപ്പോൾ ഞാൻ അപ്പുറത്ത് സിനിമ കാണാനോ അല്ലെങ്കിൽ യൂട്യൂബിൽ എന്തെങ്കിലും കാണാനൊക്കെയാണ് ഞാൻ സാധാരണ ചെയ്യാറുള്ളത്. മെയിൻലി സിനിമ കാണൽ തന്നെയാണ് പരിപാടി. ഇപ്പോൾ വീട്ടിൽ തന്നെയല്ലേ ലൈക്ക് ട്രേഡിങ് ചെയ്യുന്നതൊക്കെ? യൂഷ്വലി നമ്മൾ എപ്പോഴും പറയത്തില്ലേ, വീടെന്ന് പറയുന്നത് ഭയങ്കര ഒരു കംഫർട്ട് സോണാണ്, കുറച്ചും കൂടി ഗ്രോ ചെയ്യണമെങ്കിൽ വീടിന് പുറത്ത് പോകണം എന്നൊക്കെ. വീട്ടിലിരുന്നിട്ട് ഇതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട്? എനിക്ക് നാട് വീട് എന്നുള്ള ആ ഒരു സെന്റിമെന്റ്സ് ഭയങ്കര അധികമുള്ള ഒരാളാണ് ഞാൻ. പുറത്തേക്ക് ഞാൻ ഒട്ടും നോക്കാത്തതിന്റെ കാരണം അത് തന്നെയാണ്. എനിക്ക് എൻ്റെ എൻ്റെ വീട് എൻ്റെ റൂം വീട്ടിൽ പുറത്ത് പോകാനായിട്ട് തീരെ താല്പര്യമില്ലാത്ത ആളാണ്. ഒരു ഇൻട്രോവേർട്ട് ആണെന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇൻട്രോവേർട്സ് ആയിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് പരിപാടിയാണ് ഈ ട്രേഡിംഗ് എന്ന് പറയുന്നത്. കാരണം നമ്മൾ വേറെ ആളുകളായിട്ട് ഇടപെടേണ്ട ആവശ്യമില്ല, ഒരു ബോസിന്റെ കീഴിൽ വർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല, അങ്ങനത്തെ ഒന്നും ആവശ്യമില്ല. നമ്മൾ മീ വേഴ്സസ് മീ ആണ്. ഓക്കെ, നമ്മളോട് തന്നെയാണ് അവിടെ മത്സരിക്കുന്നത്. അപ്പോൾ എനിക്ക് ഭയങ്കര കംഫർട്ടാണ് എൻ്റെ വീടെന്ന് പറയുന്നത്. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിൽ ഞാൻ മാത്രമേ ഉണ്ടാവാറുള്ളൂ വീട്ടിൽ. അപ്പം അനിയൻ ക്ലാസ്സിൽ പോവും, അമ്മ ഷോപ്പിലേക്ക് പോവും, വൈഫിന് ജോലിയുണ്ട്, അവൾ ജോലിക്ക് പോവും, പിന്നെ ഞാൻ മാത്രമാണ്, ഞാൻ എൻ്റെ ലോകം, അതാണ് അവിടെ ഫുൾ ഫ്രീഡാണ്. അപ്പം എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നമൊന്നും വന്നിട്ടില്ല. ചിലപ്പോൾ ഞാൻ വീട് വിട്ട് പുറത്ത് പോയാലായിരിക്കും ഞാൻ ചിലപ്പോൾ അവിടെ സ്ട്രഗിൾ ചെയ്യുന്നുണ്ടായിരിക്കാം. വീട് എനിക്ക് അത്രയും കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സ്പേസ് ആണ്. പിന്നെ ഈ ക്രിപ്റ്റോനെ പറ്റി പറയുകയാണെങ്കിൽ പൊതുവെ ആൾക്കാർ അതിലേക്ക് വരാത്തതിൻ്റെ മെയിൻ റീസൺ അത് സ്കാം ആണെന്നുള്ളൊരു തെറ്റിദ്ധാരണ ഉണ്ടല്ലോ, അതിനെങ്ങനെയാണ് നോക്കി കാണുന്നത്? ഇപ്പോൾ ക്രിപ്റ്റോനെ പറ്റിയിട്ട് ഇതിനെപ്പറ്റി ഏകദേശം അറിയാവുന്ന ആളുകൾക്ക് കുഴപ്പമില്ല. ഇത് ഒട്ടും അറിയാത്ത ആൾക്കാർ, ഇപ്പോൾ ഞാൻ തന്നെ എന്തെങ്കിലും ഫംഗ്ഷൻസിനൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ റിലേറ്റീവ്സ് ചോദിക്കല്ലോ, ഇപ്പോൾ പഠിപ്പ് കഴിഞ്ഞു എന്താ ചെയ്യുന്നതെന്ന് ചോദിക്കുമ്പോൾ ഞാനിങ്ങനെ ട്രേഡിംഗ് ആണ് എന്ന് പറയുമ്പോൾ, ക്രിപ്റ്റോ ട്രേഡിംഗ് എന്ന് പറയുമ്പോൾ അത് മറ്റേ ഉടായ്പ പരിപാടിയല്ലേ, ആ ഒരു ടോക്കാണ് വരുന്നത്. കാരണം ഇപ്പോൾ ന്യൂസ് ചാനലുകളിലായാലും പത്രങ്ങളിലായാലും നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ക്രിപ്റ്റോ തട്ടിപ്പ്, 100 കോടിയുടെ ക്രിപ്റ്റോ കറൻസി തട്ടിപ്പ്, 10 കോടിയുടെ ബിറ്റ് കോയിൻ തട്ടിപ്പ്, അങ്ങനെയൊക്കെയാണ്.
ഇപ്പോൾ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തട്ടിപ്പ് ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് തെറ്റിദ്ധാരണയുണ്ട്. മാത്രമല്ല ഇപ്പോൾ പല മണി ചെയിൻ സ്കീമുകളും ഇപ്പോൾ MLM സ്കീമുകൾ പലതും ആ പഴയ MLM തന്നെയാണ്. അത് പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന് പറയില്ലേ, അതിലേക്ക് ഒരു ക്രിപ്റ്റോ എന്ന് പറഞ്ഞ പേര് കൂടി ഇഞ്ചെക്ട് ചെയ്തുകൊണ്ട് അവർ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെയും കുറേ പേരുടെ പൈസ അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അപ്പോൾ അതെല്ലാം കേൾക്കുമ്പോൾ ആളുകൾ വിചാരിക്കുന്നത് എന്താ, ഈ ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു തട്ടിപ്പാണെന്നാണ്. പക്ഷെ അല്ല, കറക്റ്റായിട്ട് ആ ടെക്നോളജി എന്താണെന്ന് മനസ്സിലാക്കുന്നവർക്ക് ഒരിക്കലും അത് തട്ടിപ്പായിട്ട് അവർക്ക് തോന്നില്ല. പിന്നെ ഈ കുറേ ടെററിസ്റ്റ് ആക്ടിവിറ്റീസിനൊക്കെ ക്രിപ്റ്റോ കറൻസീസ് യൂസ് ചെയ്യുന്നുണ്ട്, അതും ആളുകൾ പറയുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ടെക്നോളജി എങ്ങനെയാണ്, ക്രിപ്റ്റോ കറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആണ്, ആർക്കും ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത. ഇപ്പോൾ ഞാൻ ഒരാൾക്ക് ഫണ്ട് അയക്കുന്നുണ്ടെങ്കിൽ അത് എൻ്റെ വാലറ്റിൽ നിന്നും അയാളുടെ വാലറ്റിലേക്ക് ആയിരിക്കും പോകുന്നുണ്ടായിരിക്കാം. അപ്പോൾ ആ വാലറ്റ് എൻ്റെ വാലറ്റ് ആണ് എന്ന് ഞാൻ വെളിപ്പെടുത്താത്തിടത്തോളം അത് ആർക്കും കണ്ടെത്താൻ പറ്റില്ല. അപ്പോൾ ഞാൻ ഒരു വാലറ്റിൽ നിന്നും വേറൊരു വാലറ്റിലേക്ക് അയക്കുന്നത് ആര് തമ്മിലുള്ള ട്രാൻസാക്ഷൻ ആണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അത് ഈ ഇല്ലീഗലായിട്ടുള്ള പല ആക്ടിവിറ്റീസിനും അത് വഴിയൊരുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു നെഗറ്റീവ് സൈഡ് മാത്രം വെച്ചുകൊണ്ട് നമുക്ക് ഒരിക്കലും ആ ടെക്നോളജീനെ മുഴുവനും മോശമാണെന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഏതൊരു ടെക്നോളജി എടുത്താലും അതിന് നല്ല വശമുണ്ട്, മോശം വശമുണ്ട്. ഇപ്പോൾ മൊബൈൽ ഫോൺ എടുത്തോ അല്ലെങ്കിൽ ഇൻ്റർനെറ്റ് എടുത്തോ, ഏതൊരു ടെക്നോളജി എടുത്തോ, അതിനെല്ലാത്തിനും ഒരു നല്ല വശവും മോശം വശവും ഉണ്ട്. ഒരിക്കലും നമ്മൾ മോശം വശം മാത്രം നോക്കിക്കൊണ്ട് അതിനെ വിലയിരുത്താൻ പാടില്ല. കുറച്ച് പേര് അത് തട്ടിപ്പുകൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നുണ്ട് എന്ന് വിചാരിച്ചുകൊണ്ട് അത് മുഴുവനും തട്ടിപ്പാവണമെന്നില്ല. ഓക്കെ, ഇപ്പോൾ അമേരിക്ക പോലുള്ള രാജ്യങ്ങൾ വരെ ബിറ്റ്കോയിനിൽ അവരുടെ സ്ട്രാറ്റജി റിസർവ് എല്ലാം തന്നെ ബിറ്റ്കോയിനിലാണ് അവർ കൂടുതലായിട്ട് അവർ ബിറ്റ്കോയിൻ അഡോപ്ഷൻ നടക്കുന്നുണ്ട് പല വലിയ രാജ്യങ്ങളിലും. ഓക്കെ, അപ്പോൾ ഒരിക്കലും അത് തട്ടിപ്പായതുകൊണ്ടല്ലല്ലോ, ക്രിപ്റ്റോ എന്ന് പറയുന്ന ടെക്നോളജീനെ അവർ കൂടുതലായിട്ട് മനസ്സിലാക്കുന്നത് കൊണ്ടാണല്ലോ. അപ്പോൾ തട്ടിപ്പാണ് എന്നുള്ളത് ഒരു തെറ്റായിട്ടുള്ള ധാരണയാണ്. നമ്മുടെ നാട്ടിൽ ക്രിപ്റ്റോന്റെ ടാക്സിലേക്ക് വരുമ്പോൾ നല്ല അത്യാവശ്യം 30% ടാക്സ് ഉണ്ട്. അപ്പം നേരത്തെ പറഞ്ഞ മാതിരി ഹോം സിക്നെസ് ഉള്ള ഒരാളാണെന്ന് പറഞ്ഞു, എപ്പോഴെങ്കിലും ഈ ടാക്സിന്റെ പേരിൽ നാട് വിടണമെന്ന് തോന്നിയിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് ഒരേ ഒരു കാര്യത്തിലാണ് നാട് വിടണം തോന്നിയിട്ടുള്ളത്, ടാക്സിൻ്റെ കാര്യത്തിലാണ്. കാരണം ഭയങ്കര വലിയ ഒരു ടാക്സ് ആണത്. അപ്പോൾ മെയിനായിട്ട് ഇത്രയും വലിയ ടാക്സ് വരാനായിട്ടുള്ള കാരണം തന്നെ ഇത് ഗവൺമെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡീസെൻട്രലൈസ്ഡ് ആണ്, അത് ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യം, ഒരു മിഡിൽ മാൻ ഇല്ലാത്ത ആർക്കും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഗവൺമെൻറ്റിന് ഇത് എങ്ങനെയാണ് കൺട്രോൾ ചെയ്യേണ്ടതെന്ന് അറിയില്ല. ബാൻ ചെയ്യാൻ നോക്കി, അത് നടക്കില്ല. കാരണം അത് നടക്കാത്ത കാര്യമാണ്, ആ ടെക്നോളജി അങ്ങനെയാണ്. അപ്പോൾ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഒരു റെഗുലേഷൻ കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ ആ റെഗുലേഷൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് വളരെ വലിയ ഒരു ടാക്സ് ഇതിൻ്റെ മേലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്. അപ്പോൾ അങ്ങനെ അത് ടാക്സബിൾ ആക്കിയിട്ട് അത് അവരുടെ പരിധിയിൽ കൊണ്ടുവരാനാണ് ഇപ്പോൾ നോക്കുന്നത്. ഇപ്പോൾ എല്ലാ ക്രിപ്റ്റോ കറൻസി ട്രേഡിംഗ് എക്സ്ചേഞ്ചുകൾക്കും FIU രജിസ്ട്രേഷൻ നിർബന്ധമാക്കുന്നുണ്ട്. അപ്പോൾ FIU രജിസ്ട്രേഷൻ നിർബന്ധമാക്കുകയാണെങ്കിൽ അവർക്ക് കറക്റ്റായിട്ട് ആ ഓരോ ട്രേഡേഴ്സിൻ്റെയും KYC ചെയ്യുന്നത് കൊണ്ട് തന്നെ ഓരോ ട്രേഡേഴ്സിൻ്റെയും കറക്റ്റായിട്ടുള്ള റിപ്പോർട്ട്സ് കിട്ടും. അപ്പോൾ അത് അങ്ങനെ അത് അവരുടെ എന്താ പറയുക ഗവൺമെൻറ്റിൻ്റെ കൺട്രോളിലേക്ക് കൊണ്ടുവരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാലും അത് പൂർണ്ണമായിട്ടും ഗവൺമെൻറ്റിന് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ഒരു ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള എക്സ്ചേഞ്ച് യൂസ് ചെയ്യുന്ന ഒരാളുടെ ഡാറ്റ ഒരിക്കലും ഗവൺമെൻറ്റിന് കിട്ടില്ല. ഒരു ഹാർഡ്വെയർ വാലറ്റ് യൂസ് ചെയ്യുന്ന ഒരാളുടെ ഡാറ്റ ഒരിക്കലും ഗവൺമെൻറ്റിന് കിട്ടില്ല. ഇപ്പോൾ ഗവൺമെൻറ് പോയിട്ട് ഇപ്പോൾ മെറ്റാമാസ്ക് ഒരു ഹാർഡ്വെയർ വാലറ്റ് ആണ്, അല്ലെങ്കിൽ ഒരു ക്രിപ്റ്റോ വാലറ്റ് ആണ്. ഹാർഡ്വെയർ വാലറ്റ് അല്ല, ഒരു ക്രിപ്റ്റോ വാലറ്റ് ആണ്. അപ്പോൾ മെറ്റാമാസ്കിൻ്റെ അടുത്ത് പോയിട്ട് ഗവൺമെൻറ്റിന് പറയാൻ പറ്റില്ല എനിക്ക് നിങ്ങളുടെ യൂസേഴ്സിൻ്റെ ഡാറ്റ തന്നെന്ന് പറയാൻ പറ്റില്ല. കാരണം അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്ത് വേറെ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും അത് ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒരു സർക്കാരിനോ പോയിട്ട് എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല. അപ്പോൾ ആ ടെക്നോളജി അങ്ങനെയാണ്. അതുകൊണ്ട് തന്നെ അത് ഗവൺമെൻറ്റിന് കംപ്ലീറ്റ്ലി കൺട്രോൾ കൊണ്ടുവരാൻ പറ്റാത്ത കാര്യമായതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ടാക്സ് വരുന്നത്. അപ്പോൾ ഭാവിയിൽ അവർക്ക് അതിന് എന്തെങ്കിലും ഒരു കറക്റ്റായിട്ട് അത് മാനേജ് ചെയ്ത് പോകാൻ പറ്റുന്നൊരു ലെവലിലേക്ക് വരുമ്പോൾ ഈ ടാക്സിൽ കുറവ് വരാൻ ചാൻസ് ഇല്ല. അല്ലെങ്കിൽ ഈ ലോസ് സെറ്റ് ഓഫ് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം തന്നെ വന്നാൽ തന്നെ പകുതി ആശ്വാസമാണ്. അല്ലെങ്കിൽ ടാക്സ് ലാബിൻ്റെ അണ്ടറിലേക്ക് അത് കൊണ്ടുവന്നാൽ തന്നെ അത് ആശ്വാസമാണ്. അപ്പോൾ വരും വർഷങ്ങളിൽ അത് കൊണ്ടുവരും. ഇത് പുതിയൊരു ഏരിയ ആയതുകൊണ്ടാണ് ഇത്രയും വലിയൊരു ടാക്സ് വരുന്നത്. അപ്പോൾ അത് തോന്നിയിട്ടുണ്ട്, വലിയ ടാക്സ് ഉള്ളത് കൊണ്ട് തന്നെ നാട് വിട്ടു പോയാൽ നമുക്ക് തോന്നിയിട്ടുണ്ട്. കാരണം ദുബായിലൊക്കെ 0 ടാക്സ് ആണ്, അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ ഈ നമ്മൾ സ്കാമിൻ്റെ കാര്യം പറഞ്ഞില്ലേ, അതിൽ ശരിക്കും നമ്മുടെ നാട്ടിലുള്ള ഇൻഫ്ലുവൻസേഴ്സിന് അതിൽ പങ്കുണ്ടെന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്. കാരണം ഇതിനെ പറ്റിയിട്ട് പ്രോപ്പർ നോളേജ് പോലും ഇല്ലാത്ത ആളുകൾ കിട്ടുന്ന പ്രോഫിറ്റ് മാത്രം കാണിച്ചുകൊണ്ട് ഓക്കെ എനിക്ക് ഇതിൽ നിന്ന് ഇത്രയും പ്രോഫിറ്റ് കിട്ടി, നിങ്ങൾക്കും ഇത് ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ടുള്ള പ്രൊമോഷൻസ് നടത്തുന്നുണ്ട്. ഇപ്പോൾ ഗാംബ്ലിംഗ് ആപ്പുകളായിക്കോട്ടെ, ക്രിപ്റ്റോ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമുകളായിക്കോട്ടെ, അല്ലെങ്കിൽ ക്രിപ്റ്റോ എന്ന് പേര് വെച്ചുകൊണ്ടുള്ള പല MLM സ്കീമുകളായിക്കോട്ടെ, ഇതെല്ലാം ഇവിടെ നല്ലപോലെ പ്രൊമോട്ട് ചെയ്തു വരുന്നുണ്ട്. അപ്പോൾ ഇത് കാണുന്ന ആളുകൾ അത്യാവശ്യം നല്ല റീച്ചുള്ള ആളുകൾ തന്നെയാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നോർമലായിട്ടുള്ളൊരു ഓഡിയൻസ് കാണുമ്പോൾ ഓക്കെ അവരിത് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്, അപ്പോൾ അത് നല്ല കാര്യമായിരിക്കും എന്ന് വിചാരിച്ചുകൊണ്ട് അവരതിൽ പോയി ചാടും. കുറേ പൈസ പോകുമ്പോഴായിരിക്കും തട്ടിപ്പാണ് എന്നുള്ളൊരു പേര് വരാം. ആ ചീത്തപ്പേര് ശരിയായിട്ടുള്ള രീതിയിൽ ഇതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് നിൽക്കുന്ന ആളുകൾക്ക് പോലും അത് ചിലപ്പോൾ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും അത് ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകളുടെ ഒരു പങ്ക് അതിനുണ്ട്.
പിന്നെ ഭൂരിഭാഗം ആളുകളും ഈ സെബി റൂൾസ് എല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഇതെല്ലാം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഇപ്പോൾ നമ്മളൊരു ബൈ സെൽ എന്ന് പറയുന്ന ഒരു സിഗ്നൽ കാണിച്ചു കൊടുക്കുന്ന ഇൻഡിക്കേറ്റർ സെല്ല് ചെയ്യാൻ പാടില്ല എന്ന് കറക്റ്റായിട്ടുള്ള സെബി റൂളുണ്ട്. അതുപോലെ തന്നെ പ്രോഫിറ്റ് കാണിച്ചുകൊണ്ട് നിങ്ങൾക്കും ഇങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാം, ഒരു എന്താ പറയുക, ഒരു ഗ്യാരണ്ടീഡ് റിട്ടേൺ ഓഫർ ചെയ്തുകൊണ്ടുള്ള ഒരു പരസ്യങ്ങളും ചെയ്യാൻ പാടില്ല എന്നുള്ള കറക്റ്റായിട്ടുള്ള റൂൾ സെബിയുടെ ഉണ്ട്. അതെല്ലാം വയലേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഇൻഫ്ലുവൻസേഴ്സ് ആയിട്ടുള്ള ആളുകൾ ഇതെല്ലാം പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഹെവി ഫൈനും ഹെവി ഇതൊക്കെ വരാൻ ചാൻസ് ഉള്ള ഒരു കാര്യമാണ്. അത് മനസ്സിലാക്കാതെയാണ് ചെയ്യുന്നത്. അപ്പോൾ നോർത്ത് ഇന്ത്യൻ യൂട്യൂബേഴ്സ് കുറേ പേർക്ക് ഇതുപോലെ ഹൈ ബാനൊക്കെ കിട്ടിയിട്ടുണ്ട്. എത്രയോ കോടിയൊക്കെ അതെ, വലിയ അത് അത്രയും മില്യൺസ് ഓഫ് സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആളുകൾക്ക് വരെ ഈ സെബിയുടെ ഭാഗത്ത് നിന്ന് ഇത്ര വലിയൊരു ഇത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ നമ്മുടെ നാട്ടിലെ മലയാളികളായിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിനും ഇതുപോലത്തെ കുറച്ച് പണി കിട്ടിയാലേ പഠിക്കൂ. അതേപോലെ തന്നെ ഈ പറയുന്ന ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ടുകളെ പ്രൊമോട്ട് ചെയ്യുന്നതും അതും ആക്ച്വലി സെബിന്റെ റൂൾ പ്രകാരം അത് തെറ്റാണ്. ബട്ട് സ്റ്റിൽ അത് കണ്ടിന്യൂ ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ഈവൻ ലാക്സ് ഓഫ് എമൗണ്ട് പോലും പെയ്ഡ് പ്രൊമോഷനായിട്ട് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. മേ ബി ഇതൊക്കെ കൊണ്ടായിരിക്കാം ട്രേഡിംഗ് എന്ന് പറയുന്നൊരിതിന് ഇത്രയും നെഗറ്റീവ് പെർസ്പെക്റ്റീവ്. ആളുകൾ നോക്കുമ്പോൾ ഇപ്പോൾ ഞാനിപ്പോൾ യൂട്യൂബിൽ ട്രേഡിംഗ് എന്ന് സെർച്ച് ചെയ്തിട്ട് ഞാനിപ്പോൾ എൻ്റെ ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും കൂടുതൽ വരാൻ പോകുന്നത് ഈ സ്റ്റോക്ക് മാർക്കറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ആഡുകളായിരിക്കും. അപ്പോൾ ആളുകൾ നോക്കുമ്പോൾ ചറപറ എല്ലാവരും ഇത് പഠിപ്പിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുക. അപ്പോൾ അതുകൊണ്ട് ആളുകൾക്ക് സ്വാഭാവികമായിട്ടും അവിടെ സംശയം ഉണ്ടാകുന്നില്ല, ആൾക്കാർ തെറ്റ് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, അപ്പോൾ എന്താ പറയുക, ഓരോ നിമിഷവും കേരളത്തിൽ മുളച്ചു പൊന്തിക്കൊണ്ടിരിക്കുകയാണ് ഈ ട്രേഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം തന്നെ. അപ്പോൾ അത് ആളുകൾ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അവർ അങ്ങനെയാണ് കാണുന്നത്. കാര്യം നമ്മളുടെ എന്താ കേരളം ഇത്രയും ലിറ്ററസി റേറ്റ് ഉണ്ട് എന്നൊക്കെ പറയുന്നെങ്കിൽ മലയാളികളെ പറ്റിക്കാൻ ഭയങ്കര സുഖമാണ്. ഈവൻ റീസെൻ്റ്ലി ഉണ്ടായിരുന്ന CSR ഫണ്ടിൻ്റെ സ്കാമ് പോലും ഈവൻ ആൾക്കാർ എത്രയും കുറച്ച് കിട്ടുമെന്ന് പറഞ്ഞാൽ ആൾക്കാർ അതിലേക്ക് കൊടുക്കാൻ തയ്യാറാണ്. ഇപ്പം പകുതി വിലയ്ക്ക് വണ്ടി കിട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർ അതിലേക്ക് കൊടുക്കാൻ തയ്യാറാണ്. അതേപോലെ ഒരുപാട് ഇപ്പം റീസെൻ്റ്ലി നമ്മളുടെ ട്രേഡിങ്ങിന് വേണ്ടിയിട്ട് കുറേ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ കമ്പനി പൂട്ടിപ്പോയി, അങ്ങനെ കുറേ കേസസ് ആക്ച്വലി ഉണ്ട്. പക്ഷെ ഇപ്പോഴും ആൾക്കാർ അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കിയോ അതിനെപ്പറ്റി പഠിച്ചിട്ടോ അതിലേക്ക് ഇറങ്ങാൻ ഇപ്പോഴും ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. ഫൈനാൻഷ്യൽ ലിറ്ററസി ആളുകൾക്ക് തീരെ ഇല്ല എന്ന് തന്നെ പറയേണ്ടതായിട്ട് വരും. കാരണം എങ്ങനെ അവരുടെ പണം മാനേജ് ചെയ്യണം എന്നുള്ള ബേസിക് കാര്യങ്ങൾ മുതൽ പിന്നീട് അങ്ങോട്ട് ഒരു തരത്തിലുള്ള അറിവും ആളുകൾക്കില്ല. ഇപ്പോൾ ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് പൈസ കൊണ്ട് കളയുന്നുണ്ടെന്ന് പറയുന്നത് ഇപ്പോൾ ഹൈറിച്ച് പോലുള്ള കമ്പനികളെല്ലാം തന്നെ ഇതുപോലെ, ഇപ്പോൾ ഇവിടെ അടുത്താണ് ഹൈറിച്ച്. അപ്പോൾ അത് വലിയൊരു കോടികളുടെ ഒരു സ്കാമാണ് നടത്തിയിട്ടുള്ളത്. അപ്പോൾ ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞുകൊണ്ട് ട്രേഡിംഗ് എന്നുള്ള പേരിൽ റിട്ടേൺസ് ഓഫർ ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന കമ്പനികളൊന്നും തന്നെ അവിടെ ട്രേഡിംഗ് നടത്തുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. അവർ ഇപ്പോൾ ഞാനതിൽ കുറച്ച് പൈസ ഇടുന്നു, ഞാൻ വേറൊരാളെ ചേർത്തിട്ട് അയാൾ പൈസ ഇടുന്നതിൻ്റെ അതിൽ നിന്നൊരു വിഹിതമാണ് എനിക്ക് പ്രോഫിറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് തരുന്നത്. അപ്പം അങ്ങനെ എപ്പോഴാണോ ഈ ആളുകൾ അതിലേക്ക് വരുന്നത് നിൽക്കുന്നത്, അപ്പോൾ ആ കമ്പനി പൂട്ടി പോകും. അതാണ് ഒട്ടുമിക്ക എല്ലാ കമ്പനികൾക്കും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ബേസിക്കലി ഒരു MLM പരിപാടിയാണെന്ന് പറയാൻ പറ്റും. അപ്പോൾ അത് ഞാൻ പറഞ്ഞത്, ഒരു പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്നുള്ള രീതിയിൽ ക്രിപ്റ്റോ എന്ന പേരും ട്രേഡിംഗ് എന്ന പേരും ഫോറക്സ് എന്നുള്ള പേരൊക്കെ തന്നെ ഈ ഇത്തരം കമ്പനികൾ, ഇത്തരം ബിസിനസ് പറഞ്ഞുകൊണ്ട് വരുന്ന കമ്പനികൾ അതിലേക്ക് ഇൻജക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ നോക്കുമ്പോൾ, അയാൾക്ക് ഇതിനെ പറ്റിയിട്ട് വലിയ അറിവില്ലാത്ത ഒരാൾ നോക്കുമ്പോൾ അയാൾ വിചാരിക്കും, നോക്കി ട്രേഡിംഗ് എന്ന് പറഞ്ഞാൽ സ്കാമാണ്, അയാൾക്ക് അറിയാവുന്ന കുറേ പേരുടെ പൈസ നഷ്ടപ്പെട്ടിട്ടുണ്ട്. എപ്പോഴും ഈ ട്രേഡിങ്ങിനെ പറ്റി പറയും, സ്റ്റോക്ക് മാർക്കറ്റിനെ പറ്റി, ഷെയർ ട്രേഡിങ്ങിനൊക്കെ പറ്റി പറയുമ്പോൾ കുറേ പൈസ നഷ്ടപ്പെട്ടിട്ടുള്ള കഥകളായിരിക്കും നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുക. പൈസ ഉണ്ടാക്കിയിട്ടുള്ള കഥകൾ വളരെ കുറവായിരിക്കും, പൈസ നഷ്ടപ്പെട്ടുള്ള കഥകളായിരിക്കും ഉണ്ടായിരിക്കുക. അപ്പോൾ ആളുകളെ അതിലും ആൾക്കാരെ കുറ്റം പറയാൻ പറ്റില്ല. കാരണം അവരെല്ലാം കാണുന്നതും കേൾക്കുന്നതും ഒക്കെ തന്നെ പൈസ നഷ്ടപ്പെട്ട കഥകളാണ്. അത് റിയൽ ആയിട്ടുള്ള ട്രേഡിംഗ് ഇല്ല എന്ന് മാത്രം. ഇപ്പോൾ ഏതൊരു കമ്പനി, ഇപ്പോൾ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള ബിസിനസ് എന്ന് പറഞ്ഞുകൊണ്ട് വരുന്ന ഏതൊരു കമ്പനി ആയാലും അവിടെ ട്രേഡിംഗ് ഒന്നും നടക്കുന്നില്ല. അവർ ഇതിൽ ജോയിൻ ചെയ്യുന്ന ആളുകളുടെ പൈസ എടുത്തിട്ടാണ് എല്ലാവർക്കും വീതിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അത് നിൽക്കുമ്പോൾ, ആ ജോയിൻ ചെയ്ത് നിൽക്കുമ്പോൾ അത് പൊട്ടിപ്പോകും. പക്ഷെ സാഡ് റിയാലിറ്റി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ പോലും ഈ പറയുന്ന തട്ടിപ്പിൽ പോയി പെടുന്നുണ്ട് എന്നുള്ളതാണ്. അത് പണം എന്ന് പറയുന്നത് ആളുകളെ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. എത്ര സമ്പാദിക്കുന്ന ഒരാളായാലും, ഇപ്പോൾ ഏതോ സിനിമയിൽ പറയുന്നുണ്ട്, ഇപ്പോൾ യൂസഫരോട് വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിനും കാണും കുറേ കോടികളുടെ ആവശ്യം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ ഏതൊരാൾക്കും ഭയങ്കരമായിട്ട് നമുക്ക് ജീവിച്ചു പോകണമെങ്കിൽ പൈസ വേണം. അപ്പോൾ എത്ര ഏൺ ചെയ്യുന്ന ഒരാളായാലും, എത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാളായാലും, ഇപ്പോൾ നമ്മൾ ആരും ടൈം പാസിനൊന്നുമല്ലല്ലോ ട്രേഡ് ചെയ്യുന്നത്. നമ്മളിപ്പോൾ സ്കൂളിൽ പോകുന്നത് പോലും, അല്ലെങ്കിൽ ഒരു കോളേജിൽ പോകുന്നത് പോലും ടൈം പാസിനല്ല. നമുക്ക് പഠിച്ചൊരു ജോലി ഉണ്ടാക്കി, ജോലി കിട്ടി ശമ്പളം വാങ്ങാനാണ്, പൈസ വാങ്ങാനാണ്. അപ്പോൾ അറ്റ് ദ എൻഡ് ഓഫ് ദ ഡേ, അല്ലെങ്കിൽ അറ്റ് ദ എൻഡ് ഓഫ് ദ മന്ത് നമുക്ക് മണി തന്നെയാണ് ഏറ്റവും ആവശ്യമായിട്ട് വരുന്ന കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ പൈസ കിട്ടുക, വളരെ എളുപ്പത്തിൽ പൈസ ഉണ്ടാക്കാൻ പറ്റുന്നു എന്ന് കേൾക്കുമ്പോൾ ഒരുപാട് പേര് ഇതിന് പിന്നാലെ പോകും. അത് ഒരു ഹ്യൂമൻ സൈക്കോളജി ആണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും.
അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ അവിടെ എഡ്യൂക്കേഷനോ അല്ലെങ്കിൽ എത്ര റിച്ച് ആണ് അതൊന്നും അവിടെ കാര്യമായിട്ട് എഴുതില്ല. പണത്തിനോടുള്ള ആർത്തി അത് ആൾക്കാരെ പലതും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ട്. പണ്ടൊരു 4-5 ഇയേഴ്സ് ബാക്ക് എടുക്കുകയാണെങ്കിൽ കൊറോണേൻ്റെ ഒരു ടൈമാണ് നമ്മൾ ശരിക്കും ട്രേഡിങ്ങിനെ പറ്റിയിട്ടൊക്കെ കുറച്ചും കൂടി സൗണ്ടായി തുടങ്ങിയത്. പക്ഷെ ഇന്നെന്ന് പറഞ്ഞാൽ ഈവൻ ഒരു 10th പഠിക്കുന്ന സ്റ്റുഡൻറ്റ് പോലും ട്രേഡിങ്ങിനെ പറ്റി എന്തൊക്കെയൊക്കെയോ അറിയാം. ഈവൻ അത് പഠിക്കാൻ വേണ്ടി ഇറങ്ങുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഒരാൾക്ക് ഏറ്റവും ഒരു റൈറ്റ് ഏജ് ഏതായിരിക്കും ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്യാൻ? ഓക്കെ, എനിക്കും ഇപ്പം എൻ്റെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് കുറേ 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേർ പോലും എൻ്റെ അടുത്ത് കോൺടാക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ഞാൻ ചിലപ്പോൾ വീട്ടിൽ പോലും പറയാണ്ടായിരിക്കും അവർ കോൺടാക്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ചിലപ്പോൾ ഞാൻ അവരുടെ അടുത്ത് ഇത് പറഞ്ഞു കൊടുക്കാൻ അല്ലെങ്കിൽ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനായിട്ട് പറയുകയാണെങ്കിൽ ചിലപ്പോൾ പബ്ജി കളിക്കാൻ പോലും വീട്ടുകാരുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ എടുത്തിട്ട് കളിക്കുന്ന പിള്ളേർ ചിലപ്പോൾ അവർ വീട്ടുകാർ അറിയാണ്ടായിരിക്കും ജോയിൻ ചെയ്യുന്നുണ്ടായിരിക്കുക. അപ്പോൾ ഒരിക്കലും ഞാൻ ചെറിയ പിള്ളേരെ പ്രോത്സാഹിപ്പിക്കാറില്ല. അത് പൈസ കൊടുത്തുകൊണ്ട് നിങ്ങൾ ട്രേഡിങ് പഠിക്കാനായിട്ട് ഞാൻ ഒരിക്കലും അവരെടുക്കാറില്ല. കാരണം അവരുടെ ചെറിയ പ്രായമാണ്. അപ്പോൾ ഈ ട്രേഡിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇമോഷൻസിൻ്റെ വളരെ വലിയൊരു കളി അവിടെ വരുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ പ്രായത്തിൽ അവർക്ക് ഒരിക്കലും അത്രയും വലിയൊരു സ്ട്രെസ്സോ അല്ലെങ്കിൽ ആ ഒരു ഇമോഷൻസ് അവർക്ക് ചിലപ്പോൾ മാനേജ് ചെയ്യാൻ പറ്റണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഒരിക്കലും ഞാൻ അത് റെക്കമെൻഡ് ചെയ്യില്ല. ചെറിയ പിള്ളേർക്ക് ഞാൻ ട്രേഡിംഗ് റെക്കമെൻഡ് ചെയ്യില്ല. കുറച്ചുകൂടെ ഒന്ന് പ്രായവും പക്വതയൊക്കെ വന്നതിന് ശേഷം വേണമെങ്കിൽ ചെയ്തോട്ടെ. അല്ലാതെ ആ ഒരു പഠിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ആ ഒരു ഒട്ടും മെച്യൂർഡ് അല്ലാത്തൊരു സമയത്ത് ഇത്രയും ഹൈ റിസ്കി ആയിട്ടുള്ള ഒരു ബിസിനസ് അല്ലെങ്കിൽ ആ ഒരു പരിപാടിയിലേക്ക് ഞാൻ അവരെ ഇൻവൈറ്റ് ചെയ്യില്ല. പക്ഷെ എന്നിരുന്നാൽ പോലും എനിക്ക് നേരിട്ട് അറിയാവുന്ന 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന കിഡിലനായിട്ട് ഫോറക്സ് ട്രേഡ് ചെയ്യുന്ന ഒരു കുട്ടി എൻ്റെ ടീമിലുണ്ട്. ഓക്കെ, അത്രയും കിഡിലനാണ്. അപ്പോൾ ഞാൻ പോലും അവൻ്റെ പല കോൺസെപ്റ്റുകൾ അവൻ പല രീതിയിൽ മാർക്കറ്റിനെ അനലൈസ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ തന്നെ ഞെട്ടി പോയിട്ടുണ്ട്. അത്രയും കിഡിലനായിട്ട് ചെയ്യുന്ന ഒരാളുണ്ട്. 10ാം ക്ലാസ്സിലായിട്ട് അവൻ ഒരു കോഴ്സ് കൊടുത്ത് പഠിച്ചിട്ടുള്ള അവൻ തന്നെ പഠിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനത്തെ കുട്ടികളും ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ഇൻസ്റ്റഗ്രാം ഭയങ്കരമായിട്ട് ഈ പിള്ളേരെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. കാരണം അവർ കാണുന്നത് മിനിറ്റുകൾ കൊണ്ട് പൈസ ഉണ്ടാക്കുന്നു. എൻ്റെ വീഡിയോസും അങ്ങനത്തെ വീഡിയോസ് ഉണ്ട്. പക്ഷെ ഞാൻ എൻ്റെ ഒരു മറ്റു റിയാലിറ്റി കൂടി ഞാൻ കാണിക്കാറുണ്ട്. അതായത് ട്രേഡിങ്ങിൻ്റെ റിയാലിറ്റി എന്താണെന്ന് മനസ്സിലാക്കാതെ ഓക്കെ ഇത് വളരെ പെട്ടെന്ന് പൈസ ഉണ്ടാക്കാൻ പറ്റുന്നൊരു കാര്യമാണ്. കൂടുതൽ പേരും ഈ ആൻഡ്രൂ ടേറ്റ് പോലുള്ള ആളുകളൊക്കെ ഭയങ്കരമായിട്ടുള്ള ഒരു റോൾ മോഡലാക്കി എടുത്തുകൊണ്ട് ആ ഒരു ലൈഫ് സ്റ്റൈല് ഫോളോ ചെയ്യാനായിട്ട് താല്പര്യപ്പെടുന്ന കുറേ ആളുകളുണ്ട്. അപ്പോൾ അവരെല്ലാം തന്നെ ഇതെന്തോ ഓക്കെ ഒരു 1000 രൂപ ഇടുന്നു, 1000 രൂപ വെച്ചിട്ട് ഒരു ലക്ഷങ്ങൾ ഉണ്ടാക്കാമെന്നുള്ള രീതിയിലൊക്കെ ചിന്തിച്ച് വരുന്ന ആളുകളാണ്. എൻ്റെ അടുത്ത് വന്ന് പറയാറുണ്ട്, ബ്രോ ഒരു $10 ഇട്ടിട്ട് $1000 ഉണ്ടാക്കുന്ന ചലഞ്ച് ചെയ്യും, 3 ദിവസം കൊണ്ട് $1000 ഉണ്ടാക്കുന്ന ചലഞ്ച് ഞാൻ കണ്ടു, അതുപോലെ ബ്രോയും ചെയ്യാൻ പറയാറുണ്ട്. അപ്പോൾ അവരങ്ങനെയാണ് ചിന്തിച്ച് വെച്ചേക്കുന്നത്. അങ്ങനത്തെ ഒരു പരിപാടിയാണെന്നാണ് ചിന്തിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അവർ റിയാലിറ്റി മനസ്സിലാക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഞാൻ മാക്സിമം ശ്രമിക്കാറുള്ളത് ഞാൻ എൻ്റെ പ്രോഫിറ്റ് മാത്രം കാണിക്കാറില്ല. ഞാൻ എപ്പോഴും എൻ്റെ ലോസും കാണിക്കാറുണ്ട്. എനിക്ക് പ്രോഫിറ്റ് കിട്ടുന്നത് കാണിക്കും, അതുപോലെ തന്നെ ലോസ് വരുന്നത് അതും കാണിക്കും. അപ്പോൾ രണ്ടും കാണിക്കുമ്പോൾ അവർക്ക് അതിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കാൻ സാധിക്കും. അതായത് ഇത് പ്രോഫിറ്റ് മാത്രം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല, ലോസും അവിടെ സംഭവിക്കാറുണ്ട്. ലോസും കൂടി നമ്മളവിടെ മുൻകൂട്ടി കാണണം എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാം. സോ മാക്സിമം ഇതിൻ്റെ റിയാലിറ്റി ആളുകളിലേക്ക് എത്തിക്കുക. ഇൻസ്റ്റാഗ്രാമൊക്കെ ഈ ചെറിയ പിള്ളേരെ ഭയങ്കരമായിട്ട് ഒട്ട രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, വളരെ ചീത്തയായിട്ടുള്ള രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. തെറ്റായിട്ടുള്ള കാര്യങ്ങളാണ് പലതും അവരുടെ മനസ്സിലേക്ക് കുത്തിവെക്കുന്നത്. അപ്പോൾ അത് മാറ്റേണ്ട കാര്യങ്ങളാണ് ശരിക്കും. അത് ഇതിനെ പറ്റിയിട്ട് അറിവുള്ള ആളുകൾ കൂടുതൽ ഇതുപോലെ കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് നല്ലൊരു രീതിയിൽ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാനായിട്ട് സാധിക്കും. മെയിൻ ആയിട്ടുള്ള പ്രശ്നം ഒരേ ഇൻഫോർമേഷൻ തന്നെ പല രീതിയിൽ അവൈലബിൾ ആണ്. അതെ, അപ്പൊ ഏതാണ് ശരി എന്നുള്ളത് ആക്ച്വലി ഫിഗർ ഔട്ട് ചെയ്യാൻ നമുക്ക് തന്നെ സത്യമാണ്. അത് നമ്മൾ ഇന്റർനെറ്റിൽ കാണുന്ന എല്ലാവരും വിശ്വസിക്കാൻ പാടില്ല എന്ന് പറയുന്നത് വളരെ സത്യമാണ്. കാരണം ഒരു കാര്യം തന്നെ വളരെ വലിയ രീതിയിൽ മാനിപ്പുലേറ്റ് ചെയ്തിട്ട് പല രീതിയിലും അത് കാണിക്കും. ഇപ്പോൾ സോഷ്യൽ മീഡിയ ആയാലും ഇപ്പോൾ മെയിൻ സ്ട്രീം മീഡിയാസ് ആയാലും പോലും അതിൻ്റെ അവസ്ഥ അങ്ങനെ തന്നെയാണ്. ഈവൻ ഇപ്പം ഹെൽത്തിന്റെ കേസ് പറയുകയാണെങ്കിൽ ഇപ്പോൾ ചില ഡോക്ടേഴ്സ് വന്നിട്ട് പറയും അത് കഴിക്കണം, ചില ഡോക്ടേഴ്സ് പറയും ഇത് കഴിക്കരുത്. അതിൻ്റെ അടിയിലെ കമൻറ്റ് ഞാൻ വായിക്കാറുണ്ട്, നിങ്ങൾ ആദ്യമേ ഒരു ധാരണയിലെത്ത്. അപ്പോൾ അങ്ങനത്തെ കാര്യം ശരിക്കും ഇൻഫോർമേഷൻസ് കുറേ ഉണ്ട്. അതാണ് ഇപ്പോൾ മെയിൻലി നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഹെൽത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പല ഇൻഫ്ലുവൻസേഴ്സും ഇപ്പോൾ ഒരു ബിഗിനർക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു വീഡിയോ ആയിരിക്കാം, പക്ഷെ അതിൽ പോലും ഭയങ്കര വലിയ ടെക്നിക്കൽ ടേംസും എന്തൊക്കെയോ സംഭവമാണ് ഇതെന്നുള്ള രീതിയിൽ കാണിച്ചുകൊണ്ട് ചെയ്യുന്ന ആൾ കണ്ടിട്ടുണ്ട്. അപ്പം എന്തിനാണ് ഇത്രയും ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കുന്നത് എന്ന് ഞാൻ പലപ്പോഴും ചിന്തിക്കാറുണ്ട്. കാരണം ഒരാളിത് കാണുമ്പോൾ അയാൾ ട്രേഡിങ്ങിനെ പറ്റിയിട്ടുള്ള വീഡിയോ കാണുമ്പോൾ അയാൾക്ക് തോന്നുന്നത് ഓക്കെ ഇത് ഇത്ര വലിയ സംഭവമാണോ, ഇത്രയൊക്കെ പഠിക്കാനുണ്ടോ എന്നുള്ളൊരു തോന്നലുണ്ടാവാം. അപ്പോൾ ഓവർ കോംപ്ലിക്കേറ്റഡ് ആക്കാതിരിക്കുക, കറക്റ്റായിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. ഇപ്പോൾ ഈ ഹെൽത്തിന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ ഡോക്ടേഴ്സിന്റെ ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം റീൽസ് ചെയ്യുന്ന കുറേ ഡോക്ടേഴ്സ് ഉണ്ട്, ഞാനും കാണാറുണ്ട് ആ കമന്റ്സ്. അതേപോലെ ഇനിഷ്യലി ഇപ്പോൾ ട്രേഡിങ്ങിന്റെ കാര്യം പറഞ്ഞപ്പോൾ ഏതൊക്കെ റിസോഴ്സസ് യൂസ് ചെയ്തിട്ടാണ് ഈ ട്രേഡിങ്ങിനെ പറ്റി പഠിച്ചതും അതിലേക്ക് വന്നതും ഒക്കെ?
ഞാൻ ഫസ്റ്റ് പറഞ്ഞ പോലെ തന്നെ എൻ്റെ മെയിൻ റിസോഴ്സ് എന്ന് പറയുന്നത് ഷാരിഖ് ഷംസുദ്ദീൻ യൂട്യൂബ് ചാനൽ തന്നെയാണ്. ഓക്കെ, പിന്നെ എനിക്ക് തോന്നുന്ന ടെക്നിക്കൽ അനാലിസിസും കാര്യങ്ങളെല്ലാം തന്നെ കുറച്ചുകൂടെ ട്രേഡിംഗ് സ്ട്രാറ്റജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടുതലും മറ്റുള്ള ചാനലുകളിലൊക്കെ ആയിരിക്കും ഉണ്ടായിരിക്കുക. പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. അത് ഒരു ചാനൽ മാത്രമല്ല ഞാൻ നോക്കിയിട്ടുള്ളത്, മെയിൻലി യൂട്യൂബാണ്. യൂട്യൂബിൽ നിന്നാണ് ഞാൻ കൂടുതൽ കാര്യങ്ങളും പഠിച്ചിട്ടുള്ളത്. അത് ജസ്റ്റ് ഒരു വീഡിയോ കണ്ടിട്ട് അത് അതേപടി ബ്ലൈൻഡ്ലി ഫോളോ ചെയ്യുന്നൊരു കാര്യമില്ല. അവിടുത്തെ കോൺസെപ്റ്റ് മനസ്സിലാക്കിക്കൊണ്ട്, അവിടുത്തെ ലോജിക്ക് മനസ്സിലാക്കിക്കൊണ്ട് അത് ഞാൻ എൻ്റെ ചാർട്ടിൽ പ്രാക്ടീസ് ചെയ്യാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അല്ലാതെ ഒരു വീഡിയോ കാണുന്നു അത് അതേപടി വന്ന് കോപ്പി ചെയ്യുന്നു, ആ പരിപാടിയല്ല. അപ്പോൾ മെയിൻ സോഴ്സ് യൂട്യൂബ് തന്നെയാണെന്ന് പറയാൻ പറ്റും. എത്ര നാളെടുത്തിട്ടുണ്ടാവും ഫുള്ളി അതൊന്ന് പഠിച്ചെടുക്കാൻ വേണ്ടിയിട്ട്? ഇത് പഠിക്കാൻ വേഗമായിരിക്കും. ഇപ്പോൾ സപ്പോർട്ട് എന്ന് പറയുന്നത്, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് എന്ന ഒരു കോൺസെപ്റ്റ് നമുക്ക് വേണമെങ്കിൽ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കൊണ്ട് പഠിക്കാൻ പറ്റും. അത് പഠിക്കുന്നതിലല്ല, നമുക്ക് വീഡിയോയിൽ കാണുമ്പോൾ ഓക്കെ വളരെ സിമ്പിൾ ആണല്ലോ, ഇതിങ്ങനെ വന്നു കഴിഞ്ഞാൽ സപ്പോർട്ടായി ഇങ്ങനെ റെസിസ്റ്റൻസ് ആയി എന്ന് കാണാൻ പറ്റും. പക്ഷേ നമ്മൾ ലൈവ് മാർക്കറ്റിലേക്ക് വരുമ്പോൾ അവിടെ ഇതായിരിക്കില്ല, അവിടുത്തെ ഒരു പിക്ചർ ഇതായിരിക്കില്ല. അപ്പോൾ അവിടുത്തെ ആ ഒരു കോൺസെപ്റ്റ് നമുക്ക് കറക്റ്റ് കോൺസെപ്റ്റ് പഠിക്കായിരിക്കും, പക്ഷെ നമ്മൾ പ്രാക്ടിക്കലായിട്ട് അത് അപ്ലൈ ചെയ്യാനായിട്ട് നമുക്ക് കുറച്ചൊരു നോളജ് വേണം. അത് നമ്മൾ സ്ഥിരമായിട്ടുള്ള ഒരു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ നമുക്കത് കറക്റ്റായിട്ടുള്ള ഓരോ ലെവൽസ്, ഓരോ കീ ലെവൽസ് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ അതിന് അത്യാവശ്യം ഞാൻ ഈ പറഞ്ഞ പോലെ അത് കീ ലെവൽസ് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് ഒരു 1 year 2 year ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ട്രേഡിങ്ങിലേക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ഇമോഷൻസിൻ്റെ കാര്യത്തിലേക്ക് എത്താനായിട്ട് ഒരു 3 വർഷം പറഞ്ഞല്ലോ. അതേപോലെ തന്നെ ഈ കീ ലെവൽസും അതിൻ്റെ കോൺസെപ്റ്റ്സ് എല്ലാം വളരെ പെട്ടെന്ന് പഠിക്കാനായിട്ട് സാധിക്കുന്ന ഒരു കാര്യമാണ്. അത് നമ്മൾ കുറച്ചൊന്ന് എഫേർട്ട് ഇടുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് സാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇതിനു മുന്നേ നമ്മൾ എക്സ്ട്രാ ഇൻകത്തിൻ്റെ കാര്യം പറഞ്ഞു. ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഇന്നത്തെ കാലത്ത് ജസ്റ്റ് ഒരു 1 source ഓഫ് ഇൻകം കൊണ്ട് ഒരിക്കലും ഒരാൾക്ക് ലൈഫ് സ്റ്റൈൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല. അതിനെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? അത് തീർച്ചയായിട്ടും സത്യമായിട്ടുള്ള കാര്യമാണ്. നമുക്കൊരിക്കലും ഇപ്പോൾ ഒരു ജോലിക്കാരനായിക്കോട്ടെ, ട്രേഡറിൻ്റെ കാര്യം നമുക്ക് മാറ്റിയെടുത്താം. ജസ്റ്റ് ഒരു ജോലി, ഒരു 9 to 5 ജോബിന് പോകുന്ന ഒരാളാണ് എന്നുണ്ടെങ്കിൽ അതിന് പോകുന്നവർക്കറിയാം അവരുടെ ബുദ്ധിമുട്ട് എത്രത്തോളം ഉണ്ടെന്ന് അറിയാം. അവർക്ക് പല പേഴ്സണലായിട്ടുള്ള കുറേ എക്സ്പെൻസസ് ഉണ്ടായിരിക്കും, പല EMIs ഉണ്ടായിരിക്കും, അങ്ങനെ പല പല ചിലവുകൾ അവർക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ അവരുടെ സാലറി കൊണ്ട് അവർക്ക് ജീവിച്ചു പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അവർ പോകുന്നുണ്ടായിരിക്കുക. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകത്തിൻ്റെ കാര്യം വരുന്നത്. ഓക്കെ, നമ്മൾ സ്ഥിരമായിട്ട് വർക്ക് ചെയ്തില്ലെങ്കിൽ പോലും നമുക്കൊരു പാസീവായിട്ട് ഏൺ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഇൻകം നമുക്ക് അവിടെ ഉണ്ട് എന്നുണ്ടെങ്കിൽ വളരെ അടിപൊളിയായിട്ടുള്ള കാര്യമാണ്. കുറച്ച് നമുക്ക് ഫ്രീഡം കിട്ടും, ഫൈനാൻഷ്യൽ ഫ്രീഡം കിട്ടും നമുക്ക്. അപ്പോൾ അത് വളരെ ഒരു ബെറ്റർ ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ നമുക്കെപ്പോഴും പണത്തിനെ പേടിക്കാതെ ജീവിക്കാൻ പറ്റണം. ഷാരിഖൊക്കെ എപ്പോഴും പറയുന്നൊരു മെയിൻ സാധനമാണ്, നമുക്ക് പണത്തിനെ പേടിക്കാതെ ജീവിക്കാൻ പറ്റണം. അപ്പോൾ നമ്മളിപ്പോൾ നോർമലായിട്ടുള്ള കേസിലായിരിക്കും പോകുന്നുണ്ടായിരിക്കുക, നമുക്ക് വലിയ ചിലവുകൾ, നമ്മുടെ കാര്യങ്ങളെല്ലാം ഈ വരുമാനം കൊണ്ട് മീറ്റ് ചെയ്ത് പോകുന്നൊരു ഇതിലേക്കും പോകുന്നുണ്ടായിരിക്കാം. പക്ഷേ നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ, ഒരു ഹോസ്പിറ്റൽ കേസ് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മൊത്തം താളം തെറ്റും. അപ്പോൾ അവിടെയാണ് നമുക്ക് ഈ മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ വേറൊരാളെ ആശ്രയിക്കാതെ, വേറൊരാളുടെ കയ്യിൽ നിന്ന് കടം വാങ്ങിക്കാതെ നമുക്ക് അവിടെ ജീവിക്കാൻ പറ്റാം. അപ്പോൾ അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിപ്പോൾ ട്രേഡേഴ്സ് ആയിക്കോട്ടെ, ആര് വേണമെങ്കിലും ആയിക്കോട്ടെ, മൾട്ടിപ്പിൾ സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പോൾ പൊതുവേ ഇപ്പോൾ കണ്ടുവരുന്നൊരു രീതിയാണ്, ഒരുപാട് ഹൈലി പെയ്ഡ് ആയിട്ടുള്ള സാലറി ജോബ് ഉള്ള ഒരാൾക്കാർ അതൊക്കെ ക്വിറ്റ് ചെയ്ത് ഫുൾ ടൈം കരിയർ ട്രേഡിങ് ചൂസ് ചെയ്യുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതിനെ പറ്റിയിട്ട് എന്താ പറയുക? എൻ്റെ അടുത്ത് ഇതുപോലെ എൻ്റെ സ്റ്റുഡൻസ് തന്നെ അത്യാവശ്യം നല്ല ജോലിയുള്ള ആളുകളുണ്ട്, എന്നെ മീറ്റ് ചെയ്യാൻ വരാറൊക്കെ ഉണ്ട്. അപ്പോൾ അവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബ്രോ അത്യാവശ്യം നല്ല രീതിയിൽ ഇപ്പോൾ ട്രേഡ് ചെയ്ത് പോകുന്നുണ്ട്, അത് ഞാൻ ജോലി വേണ്ടെന്ന് വെക്കട്ടെ, ഞാൻ അതിലേക്ക് വരട്ടെ ചോദിക്കാറുണ്ട്. ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. കാരണം അവിടെ വലിയ റിസ്ക് ഉണ്ട്. ഇപ്പോൾ ജോലി എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാ മാസവും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇൻകം കിട്ടുന്നുണ്ട്. ഇപ്പോൾ ഒരു 50,000 രൂപയാണ് വരുമാനം എന്നുണ്ടെങ്കിൽ എല്ലാ മാസവും ഒരു 50,000 രൂപ നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ ആ 50,000 രൂപ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ മറ്റുള്ള എക്സ്പെൻസ് എല്ലാം നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ഫൈനാൻഷ്യൽ പ്ലാനിങ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു മാസം നമുക്ക് എത്ര EMIs എത്ര വരുന്നുണ്ട്, നമുക്ക് ഫുഡിന് എത്ര എക്സ്പെൻസ് വരുന്നുണ്ട്, റെൻ്റ് എത്ര വരുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം നമുക്ക് ആ ഒരു ഫിക്സഡ് ഇൻകം വെച്ചുകൊണ്ട്, ആ ഒരു സ്റ്റേബിൾ ആയിട്ട് വരുന്ന ഇൻകം വെച്ചുകൊണ്ട് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. ട്രേഡിങ്ങിലേക്ക് വരുമ്പോൾ അത് സാധിക്കില്ല. കാരണം അവിടെ എത്ര വേണമെങ്കിലും മെയിൻ ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റി ഉണ്ട്, പക്ഷേ എല്ലാ മാസവും നമുക്ക് പ്രോഫിറ്റ് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറയാൻ പറ്റില്ല. ഈ ഒരു മാസം 10,000 രൂപയാണ് പ്രോഫിറ്റ് എന്നുണ്ടെങ്കിൽ അടുത്ത മാസത്തിൽ ഒരു 5,000 രൂപയായിരിക്കും, അതിനടുത്ത മാസം 20,000 രൂപയായിരിക്കും. എല്ലാ മാസവും ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഒരു വരുമാനം കിട്ടുന്ന ഒരു പരിപാടി അല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ പറയുന്ന പോലെ നമ്മുടെ ഇപ്പോൾ വേറെ ഒരു ബാധ്യതയും ഇല്ലാത്ത ഒറ്റത്തടിയായിട്ട് ജീവിക്കുന്ന ഒരാളാണെങ്കിൽ കുഴപ്പമില്ല. ഒരു ഫാമിലി ഉള്ള സാധാരണക്കാരനായിട്ടുള്ള ആളാണ് എന്നുണ്ടെങ്കിൽ അയാൾക്ക് ഒരിക്കലും ഈ ഒരു ട്രേഡിംഗ് മാത്രം ഞാൻ ഒരിക്കലും റെക്കമെൻഡ് ചെയ്യില്ല. എപ്പോഴും അപ്പർ സൈഡിൽ ഒരു ഇൻകം വേണം, അത് നിർബന്ധമാണ്. അത് വേറെ തർക്കമൊന്നും വേണ്ട. ഈ ട്രേഡിംഗ് കരിയർ സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം ഉണ്ടായ ഒരു ബിഗ്ഗസ്റ്റ് ലോസ്, പ്രോഫിറ്റ് ഞാൻ ചോദിക്കുന്നില്ല, ലോസ് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ബൈനാൻസിലായിരുന്നു, $512 ആയിരുന്നു. എന്താണ് ഇത്ര ഓർമ്മ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ടോട്ടൽ ക്യാപിറ്റൽ അത്രയായിരുന്നു, അത് മുഴുവൻ വാഷ് ഔട്ടായിട്ട് പോയിട്ടുണ്ടായിരുന്നു.
വേറെ ഒന്നുമല്ല, അത് ഒരു ട്രേഡ് എടുത്തു, അതിൽ ചെറിയൊരു ലോസ് വന്നു. സോ ആ ലോസിനെ റിക്കവർ ചെയ്യാൻ വേണ്ടിയിട്ട് ഫുൾ ലിവറേജ് 100x ലിവറേജ് ഇട്ടുകൊണ്ട് ഒരു റിവെഞ്ച് ട്രേഡ് എടുത്താണ്. അത് കണ്ണിന് മുമ്പിലാണ് ആ സാധനം അന്ന് ലിക്വിഡേറ്റ് ആയി പോയിട്ടുള്ളത്. സോ അതാണ് ഏറ്റവും വലിയ ലോസ് എന്ന് പറയുന്നത്. അന്നാണ് ഞാൻ മെയിനായിട്ട് ഈ ലിവറേജ് ഭയങ്കരമായിട്ട് ഇട്ട് ട്രേഡ് ചെയ്യുന്നതിൻ്റെയും അതുപോലെ തന്നെ പ്രോപ്പറായിട്ട് റിസ്ക് മാനേജ്മെൻറ്റ് ഇല്ലാത്തതിൻ്റെയൊക്കെ മെയിൻ പ്രശ്നങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ള അന്നാണ്. അതുകൊണ്ട് അത് നല്ല ഓർമ്മയുണ്ട് ആ ലോസ്. ബിഗ്ഗസ്റ്റ് ലെസണും അത് തന്നെയാണ്. ബിഗ്ഗസ്റ്റ് ലോസ് ആണല്ലോ എപ്പോഴും ബിഗ്ഗസ്റ്റ് ലെസൺ. എപ്പോഴും പ്രോഫിറ്റ് തന്നെ കിട്ടിക്കൊണ്ട് നമ്മളൊന്നും പഠിക്കില്ല. ലോസ് വരുമ്പോഴാണ് അവിടുത്തെ മിസ്റ്റേക്ക് മനസ്സിലാക്കുക, അത് നമ്മൾ പിന്നെ റിപ്പീറ്റ് ചെയ്യാണ്ട് പോവുക. അപ്പോൾ അതാണ്. അതേപോലെ ഈ പൈക്കോയിൻ അങ്ങനെ കുറേ സംഭവങ്ങളുണ്ടല്ലോ, ഹാംസ്റ്റർ, അപ്പോൾ ഇതൊക്കെ കുറച്ച് ട്രെൻഡിങ് ആയിരുന്നല്ലോ, ഇതിനൊക്കെ പറ്റിയിട്ട് എന്താ പറയാനുള്ളത്? ഇപ്പോൾ ക്രിപ്റ്റോ സ്പേസ് നോക്കുകയാണെങ്കിൽ ഓരോ ദിവസവും ഓരോ നിമിഷത്തിലും ഓരോ ടോക്കൺസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ആദ്യമൊക്കെ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ഞാനൊക്കെ വന്ന സമയത്ത്, അല്ലെങ്കിൽ കോയിൻ മാർക്കറ്റ് ക്യാപ്പൊക്കെ പണ്ട് നോക്കുന്ന സമയത്ത് ഒരു 2 മില്യൺ ടോക്കൺസ് ഒക്കെയാണ് ടോട്ടൽ ഉണ്ടാവാറുള്ളത്. പക്ഷേ ഇന്ന് ബില്യൺസ് ഓഫ് ടോക്കൺസ് ആണ് ഇപ്പോൾ ഇന്ന് ക്രിപ്റ്റോ സ്പേസിലുള്ളത്. ഇന്ന് ആർക്ക് വേണമെങ്കിലും ടോക്കൺ ഉണ്ടാക്കാൻ പറ്റും. ജസ്റ്റ് ഏതെങ്കിലും ഒരു ടോക്കണിൻ്റെ കോഡ് കോപ്പി ചെയ്യുക, ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കാൻ പറ്റും ഒരു ടോക്കൺ എന്ന് പറയുന്നത്. അത് ടോക്കൺ ഉണ്ടാക്കുന്ന വെബ്സൈറ്റുകൾ വരെ എന്ന് അവൈലബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആർക്കും ഉണ്ടാക്കാൻ പറ്റും. കുറച്ച് ലിക്വിഡിറ്റി അതിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും, അത് പമ്പ് ചെയ്യാൻ പറ്റും, ഡംപ് ചെയ്യാൻ പറ്റും. അങ്ങനെ ഒരുപാട് നമ്മൾ ഈ തട്ടിപ്പുകൾ പറയുന്നതിൻ്റെ കൂട്ടത്തിൽ ഈ ടോക്കൺസും കുറേ സ്കാം ആയിട്ടുള്ള ടോക്കൺസ് വരുന്നുണ്ട്. ഈ ടെലിഗ്രാം ചാനലിലൊക്കെ അതെ. അതെ, നമ്മളിപ്പോൾ ഏതെങ്കിലും സിനിമ ഗ്രൂപ്പിലൊക്കെ ആയിരിക്കും ആഡ് ചെയ്യുന്നുണ്ടാകും. കുറച്ച് കഴിയുമ്പോൾ പേര് മാറ്റിയിട്ട് ബിറ്റ്കോയിൻ ട്രേഡിംഗ് എന്നൊക്കെ പറഞ്ഞിട്ടായിരിക്കും വരുന്നുണ്ടായിരിക്കും. അപ്പോൾ അത് ഒരു തട്ടിപ്പ് നടക്കുന്നുണ്ട്. തട്ടിപ്പ് മീൻസ് അത് നടക്കുന്നുണ്ട്. ഒരു മീം ടോക്കൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു മീം ബേസ് ചെയ്തുകൊണ്ടുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള മീം ടോക്കൺ ആണ് ഡോജ് കോയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇലോൺ മസ്ക് പോലും അതിനെ പ്രൊമോട്ട് ചെയ്തിട്ട് ഹ്യൂജ് ആയിട്ടുള്ള റിട്ടേൺസ് ഉണ്ടാക്കിയിട്ടുള്ള ആളുകളുണ്ട്. ഇപ്പോൾ ട്രംപ് റീസെൻ്റ് ആയിട്ട് ട്രംപിൻ്റെ പേരിലൊരു കോയിൻ ഉണ്ടാക്കി, ആളുടെ മോൻ്റെ പേരിലുണ്ടാക്കി, ഭാര്യയുടെ പേരിലുണ്ടാക്കി. ഇതൊക്കെ ചുമ്മാ ഒരു ടോക്കൺ ഉണ്ടാക്കുന്നു, പമ്പ് ചെയ്യുന്നു, ഡംപ് ചെയ്യുന്നു. ആ രീതിയിലാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിട്ടുള്ള ഒരു ടോക്കണാണ് പൈ എന്ന് പറയുന്നത്. അത് കുറേ നാളുകൾക്ക്, അത് എന്തുകൊണ്ടാണ് മറ്റുള്ള ടോക്കണുകളിൽ നിന്നും പൈ വ്യത്യസ്തമാകുന്നത് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, കുറേ നാളുകളായിട്ട് നമ്മുടെ മൊബൈൽ ഫോണിൽ ജസ്റ്റ് നമ്മളൊരു ക്ലൗഡ് മൈനിങ് എന്നുള്ളൊരു പേരിൽ ജസ്റ്റ് നമ്മുടെ നെറ്റ് ഓൺ ആക്കിയിട്ടാൽ മതി, അത് ഓട്ടോമാറ്റിക്കായിട്ട് പൈക്കോയിൻ മൈൻ ആയിക്കോളും എന്നുള്ള രീതിയിൽ അത് ഭയങ്കര വലിയൊരു പ്രൊമോഷനാണ് നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത്രയും ഹ്യൂജ് ആയിട്ട് ഒരുപാട് യൂസർ ബേസ് അതിനുണ്ടായിരുന്നു. അപ്പോൾ അത് ലിസ്റ്റ് ആകുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അതിന് വലിയൊരു പേര് അതിനുണ്ടാവും. അങ്ങനെ വന്നിട്ടുള്ള ഒരു ടോക്കണാണ് പൈ എന്ന് പറയുന്നത്, ഒരു കോയിനാണ് പൈ എന്ന് പറയുന്നത്. അപ്പോൾ അതിനെ പലരും ബിറ്റ് കോയിൻ കില്ലർ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അതൊക്കെ വെറുതെ. അത് ഒരു 6 മാസം കഴിയുമ്പോൾ ഈ പൈ കോയിനെ പറ്റിയിട്ട് ആരും സംസാരിക്കുക പോലുമില്ല. കാരണം ഓരോ മാർക്കറ്റ് സൈക്കിളിലും ഇതുപോലെ ആ സമയത്ത് ട്രെൻഡിങ് ആയിക്കൊണ്ടിരുന്നിരുന്ന കോയിനുകൾ ഉണ്ടായിരുന്നു. ഡോജ് കോയിൻ ഉണ്ടായിരുന്നു, ഷിബായിൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഹാംസ്റ്റർ കോമ്പാറ്റ് ഉണ്ടായിരുന്നു. അതൊക്കെ വെറും അതെ, ടാപ്പ് ചെയ്ത് ഇങ്ങനെ കുറേ ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് കിട്ടുമെന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഓരോ സമയത്തും ഓരോ ലിസ്റ്റ് ചെയ്യാനായിട്ട് ഇപ്പോൾ വളരെയധികം ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്ന ഒരു കോയിൻ, കുറേ പേര് അതിൻ്റെ പിന്നാലെ നിൽക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഒരു എക്സ്ചേഞ്ച് ലിസ്റ്റ് ചെയ്യും. കാരണം ഒരു പുതിയൊരു ടോക്കൺ ലിസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ യൂസർ ബേസ് എല്ലാം തന്നെ ആ എക്സ്ചേഞ്ചിലേക്ക് വരാൻ ചെയ്യുന്നത്. അപ്പോൾ അത് എക്സ്ചേഞ്ചസിൻ്റെ യൂസേഴ്സിനെ കൂട്ടാനായിട്ടുള്ള ഒരു മാർക്കറ്റിംഗ് സ്ട്രാറ്റജി കൂടിയാണത്. അപ്പോൾ ഈ ഹാംസ്റ്റർ കോമ്പാറ്റ് ഒക്കെ ലിസ്റ്റ് ചെയ്തിട്ടുള്ള അങ്ങനെ തന്നെയാണ്. കാരണം ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നു. റീൽസ് നോക്കിയാലും ഇതിനെ പറ്റിയിട്ട് ഒന്നും അറിയാത്ത ആളുകൾ പോലും ഫോൺ എടുത്ത് ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഗെയിം കളിക്കുന്ന പോലെ ടാപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സംഭവം. അപ്പം അത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ എക്സ്ചേഞ്ചസ് അതിനെ സപ്പോർട്ട് ചെയ്യും, അവരതിനെ ലിസ്റ്റ് ചെയ്യും. കാരണം അവർക്ക് കിട്ടുന്നത് ഒരു ലോഡ് യൂസേഴ്സിനെയും ഒരു ലോഡ് ട്രേഡിംഗ് വോളിയം ഒക്കെ ആയിരിക്കും. അപ്പോൾ അത് ലിസ്റ്റ് ചെയ്തതുകൊണ്ട് അത് ഒരു നല്ലൊരു കോയിൻ ആകണമെന്നില്ല. ഓക്കെ, അപ്പോൾ അതിൻ്റെ ബേസിക് കാര്യം ഇങ്ങനെയാണ് ഓരോ പുതിയ ടോക്കൺസ് മാർക്കറ്റിലേക്ക് വരുന്നത്. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ഒരു ചെറിയൊരു സ്കൂൾ സ്റ്റുഡൻ്റ് ആയിട്ടുള്ളൊരു പയ്യൻ ഒരു ടോക്കൺ ഉണ്ടാക്കി. എൻ്റെ പേര് ഞാൻ മറന്നുപോയി. എന്തോ ക്വാഡോ അങ്ങനെ എന്തോ ക്വാണ്ട് ടോക്കൺ, അങ്ങനെ എന്തോ ഒരു ടോക്കൺ ആയിരുന്നു. നിമിഷ നേരം കൊണ്ടാണ് ആ ചെക്കൻ വന്നിട്ട് ലൈവിൽ ആ ടോക്കൺ ഡംപ് ആക്കിയിട്ട് ആളുകളുടെ ഫുള്ള് എല്ലാവരും ലിക്വിഡേറ്റ് പോയിട്ടുള്ളത്. സോ അങ്ങനത്തെ കുറേ സ്കാമുകൾ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മീം ടോക്കൺസിൻ്റെ കുറേ റഗ് പൂൾ നടക്കുന്നുണ്ട്. അപ്പോൾ അതിന് പിന്നാലെ പോവാതിരിക്കുകയാണ് നല്ലത്. എപ്പോഴും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ബിറ്റ് കോയിൻ പോലുള്ള ഒരു അസറ്റ്സിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് ചെയ്യാനുള്ള കാര്യം. ഈ ഓൾ കോയിനും ബിറ്റ് കോയിനും തമ്മിലുള്ള ഡിഫറൻസ് ഏതിൽ ട്രേഡ് ചെയ്യുന്നതായിരിക്കും ഒരു നല്ലത്? ബിറ്റ് കോയിൻ എന്ന് പറയുമ്പോൾ ബിറ്റ് കോയിൻ ബേസ് ചെയ്തുകൊണ്ടാണ് അതിനെ ഫോളോ ചെയ്തുകൊണ്ടാണ് മറ്റുള്ള എല്ലാ എതേറിയം ആയിക്കോട്ടെ, മറ്റുള്ള ഏത് ക്രിപ്റ്റോ കറൻസീസ് ആയിക്കോട്ടെ എല്ലാം വന്നിട്ടുള്ളത് ബിറ്റ് കോയിനെ ഫോളോ ചെയ്തുകൊണ്ടാണ്. അപ്പോൾ എപ്പോഴും ഒരു കിങ് എന്ന് പറയുന്നത്, രാജാവ് എന്ന് പറയുന്നത് ബിറ്റ് കോയിനാണ്.
ഓക്കെ, അത് അത്രയും ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇപ്പോൾ ബിറ്റ് കോയിൻ ഇന്നിപ്പോൾ നമ്മളിപ്പോൾ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു 105 ലക്ഷം $105K ആണ് ബിറ്റ് കോയിൻ്റെ ഇന്നത്തെ വില എന്ന് പറയുന്നത്. അപ്പോൾ ബിറ്റ് കോയിൻ ഇത്രയും ഹ്യൂജ് ആയിട്ടുള്ള പ്രൈസിലേക്ക് എത്തിയിട്ടുള്ളത് വേറെ നമ്മൾ വിചാരിക്കുന്ന പോലെ ഒരു പൊളിറ്റീഷ്യൻ്റെ സപ്പോർട്ട് കൊണ്ടോ ട്രംപിൻ്റെ സപ്പോർട്ട് കൊണ്ടോ ഇലോൺ മസ്കിൻ്റെ സപ്പോർട്ട് കൊണ്ടോ ഒന്നുമല്ല. അതിൻ്റെ പ്യൂർലി അതിൻ്റെ ഫണ്ടമെൻ്റൽസ് കൊണ്ടാണ്. ആ ടെക്നോളജിയിൽ ആളുകൾ വിശ്വസിക്കുന്നത് കൊണ്ടും അതിനൊരു ഗ്രോത്ത് ഉണ്ടാകും എന്നുള്ള കാര്യങ്ങൾ ആളുകൾ മനസ്സിലാക്കുന്നത് കൊണ്ടും മാത്രമാണ് അത് വന്നിട്ടുള്ളത്. അതിനൊരു എന്താ പറയുക, ഒരു ബെനിഫിറ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ അതിനൊരു സപ്പോർട്ട് എന്നുള്ള രീതിയിൽ ഈ ബിറ്റ് കോയിൻ ETF-കളും ട്രംപിൻ്റെ കുറേ പ്രസ്താവനകളും ഒക്കെ അതിനെ സഹായിച്ചിട്ടുണ്ട്. അല്ലാതെ ഇവരാരും ഇല്ലെങ്കിലും ബിറ്റ് കോയിൻ നല്ലപോലെ ഗ്രോ ചെയ്യും. പക്ഷേ കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആയിട്ടുള്ള ഒരു ക്രിപ്റ്റോ കറൻസി കൂടിയാണ് ബിറ്റ് കോയിൻ എന്ന് പറയുന്നത്. പക്ഷേ മറ്റുള്ള ഓൾട്ട് കോയിൻസിൻ്റെ കാര്യത്തിലേക്ക് വരികയാണെങ്കിൽ അതൊന്നും കംപ്ലീറ്റ്ലി ഡീസെൻട്രലൈസ്ഡ് ആണെന്ന് പറയാൻ പറ്റില്ല. അതിനെല്ലാത്തിനും ഒരു ക്രിയേറ്റർ ഉണ്ട്, ഒരു ടീമുണ്ട്, ഒരു കമ്മ്യൂണിറ്റി ഉണ്ട്. അതെല്ലാം ഈ ഓൾട്ട് കോയിൻസിന് കൃത്യമായിട്ടുള്ള സപ്പോർട്ടും പ്രൊമോഷൻസും എല്ലാം കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഒരിക്കലും നമുക്ക് ലോങ് ടേം പെർസ്പെക്റ്റീവിലേക്ക് ഒരു ഓൾട്ട് കോയിൻസ് നോക്കാനായിട്ട് പറ്റില്ല. ഓരോ മാർക്കറ്റ് സൈക്കിളിലും ഓരോ ബുൾ മാർക്കറ്റ് വരുമ്പോൾ ആ ബുൾ മാർക്കറ്റിൽ നല്ലപോലെ പെർഫോം ചെയ്യുന്ന ഓൾട്ട് കോയിൻസ് ഉണ്ടായിരിക്കും. ആ സമയത്തെ ട്രെൻഡിങ് കാറ്റഗറിയിലുള്ള കോയിൻസ് ഉണ്ടായിരിക്കും. അതിൽ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ആ ഒരു ഷോർട്ട് പീരീഡ് ഓഫ് ടൈമിൽ നമുക്ക് അവിടെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റും. ലോങ് ടൈമിലേക്ക് നമുക്ക് ഒരിക്കലും ഓൾട്ട് കോയിൻസിൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റില്ല. അവിടെയാണ് ബിറ്റ് കോയിൻ്റെ ഇമ്പോർട്ടൻസ് വരുന്നത്. ബിറ്റ് കോയിൻ നമുക്ക് എപ്പോഴും ഒരു ലോങ് ടൈമിലേക്കുള്ള അസറ്റ് ആയിട്ടാണ് നമുക്ക് ബിറ്റ് കോയിൻ നമുക്ക് കൺസിഡർ ചെയ്യാനായിട്ട് പറ്റുക. ഓക്കെ, അപ്പോൾ ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ നോക്കുന്ന ആളുകൾക്ക് വേണമെങ്കിൽ ബിറ്റ് കോയിൻ കൺസിഡർ ചെയ്യാം. ഷോർട്ട് ടൈം ആയിട്ട് ആ ഒരു മാർക്കറ്റ് കണ്ടീഷനെ ബേസ് ചെയ്തുകൊണ്ട് ട്രേഡ് ചെയ്യുന്ന ഇൻവെസ്റ്റ് ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് ഓൾട്ട് കോയിൻസ് സെലക്ട് ചെയ്യാം. അതാണ് അത് രണ്ടും തമ്മിലുള്ള വ്യത്യാസം. അത്യാവശ്യം ഫണ്ടമെൻ്റലി സ്ട്രോങ് ആയിട്ടുള്ള പല കാറ്റഗറിയിൽ വരുന്ന ഓൾട്ട് കോയിൻസ് ഉണ്ട്. പക്ഷേ നമുക്ക് ലോങ് ടൈം പെർസ്പെക്റ്റീവിൽ ഇപ്പോൾ ബിറ്റ് കോയിൻ അത് ഔട്ട് പെർഫോം ചെയ്യുമെന്നൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റില്ല. അത് എന്തായാലും പോസിബിൾ അല്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അതാണ് ഓൾട്ട് കോയിൻസും ബിറ്റ് കോയിൻ നമ്മളൊരു മെയിൻ ആയിട്ടുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ പൈക്കോയിൻ്റെ കാര്യം പറഞ്ഞ മാതിരി NFT ഒരു ടൈമിൽ ഭയങ്കര ട്രെൻഡിങ് ആയിരുന്നല്ലോ. അതിനെപ്പറ്റി എന്താ പറയുക? അതിപ്പോഴും ഉണ്ടോ ശരിക്കും നിലവിൽ? NFTs ഉണ്ട്. ഇപ്പോൾ ക്രിപ്റ്റോ എന്ന് പറയുന്ന ടെക്നോളജി പോലെ തന്നെ ഒരു കിടിലൻ ടെക്നോളജിയാണ് NFT അല്ലെങ്കിൽ നോൺ ഫഞ്ചബിൾ ടോക്കൺ എന്ന് പറയുന്നത്. പക്ഷെ അത് ആ ട്രെൻഡിങ് ആയ സമയത്ത് ഉണ്ടായിരുന്ന അത്രയും ഡിമാൻഡ് അതിനുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് സംശയമാണ്. കാരണം ആ സമയത്ത് ഭയങ്കരമായിട്ട് ട്രെൻഡിങ് ആയിരുന്നു. മറ്റേ ബോർഡ് ഗെയിംസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള മറ്റേ കുരങ്ങൻ്റെ ഇതൊക്കെ ഭയങ്കര കോടികളുടെ വിലയാണ് അതിനുണ്ടായിരുന്നത്. പക്ഷെ ഇന്ന് അതുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. ഈ NFTസിൻ്റെ മെയിനായിട്ട് അതിന് ഡിമാൻഡ് ഉണ്ടാകാൻ പോകുന്നത് ഈ മെറ്റാവേഴ്സ് എന്ന് പറയുന്നൊരു കോൺസെപ്റ്റ് വരുമ്പോഴായിരിക്കും. കാരണം ആ മെറ്റാവേഴ്സിനകത്തായിരിക്കും ഈ NFTസിന് കൂടുതൽ യൂസ് കേസസ് ഉണ്ടാകുന്നതും അല്ലെങ്കിൽ അവിടെ ആയിരിക്കും അതിന് കൂടുതൽ ഡിമാൻഡ് ഉണ്ടാകുന്നത്. അല്ലാത്ത പക്ഷം അതിന് എനിക്ക് റിയൽ ലൈഫിലേക്ക് വരുമ്പോൾ അതിന് അത്ര വലിയൊരു ഡിമാൻഡ് ഉണ്ടെന്ന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടില്ല. പക്ഷേ NFT കമ്മ്യൂണിറ്റീസ് ഒരുപാടുണ്ട്. സോ അവർക്ക് അതിനെപ്പറ്റി ചിലപ്പോൾ കൂടുതൽ അറിയായിരിക്കാം. പക്ഷേ എനിക്ക് എൻ്റെ പേഴ്സണൽ ഒപ്പീനിയനാണത്. ആ ടെക്നോളജി കിടലാണ്. നോൺ ഫഞ്ചബിൾ ടോക്കൺ എന്ന് പറയുന്ന ആ ഒരു കോൺസെപ്റ്റ് അടിപൊളിയാണ്. പക്ഷെ അതിന് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ കേസിൽ വലിയൊരു ഇതെന്ന് തോന്നുന്നില്ല എനിക്ക്. ഇത്രയും വർഷത്തെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇനി വരുന്ന അല്ലെങ്കിൽ ആസ്പയറിംഗ് ആയിട്ടുള്ള യങ് ട്രേഡേഴ്സിന് കൊടുക്കാനുള്ള ഒരു അഡ്വൈസ് എന്തായിരിക്കും? ഇപ്പോൾ മെയിനായിട്ട് ഞാൻ നേരത്തെ നമ്മൾ മുൻപ് പറഞ്ഞ പോലെ തന്നെ കൂടുതലും ചെറിയ പിള്ളേരാണ് വരുന്നത്. അല്ലെങ്കിൽ കൂടുതലും സോഷ്യൽ മീഡിയയിൽ നിന്ന് ഇൻഫ്ലുവൻസ് ആയിട്ടാണ്, സോഷ്യൽ മീഡിയയിൽ ആളുകൾ ട്രേഡ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കുന്നത് കണ്ടിട്ടാണ് കൂടുതൽ ആൾക്കാരും ഈ ട്രേഡിങ്ങിലേക്ക് അല്ലെങ്കിൽ ക്രിപ്റ്റോ ട്രേഡിങ്ങിലേക്ക് വരുന്നത്. അപ്പോൾ എപ്പോഴും ഈ ട്രേഡിങ്ങിൻ്റെ റിയാലിറ്റി മനസ്സിലാക്കിക്കൊണ്ട് വരാൻ ശ്രമിക്കുക. ഇൻ്റർനെറ്റിൽ കാണുന്നതെല്ലാം അതേപടി കണ്ണും പൂട്ടി വിശ്വസിക്കാതെ എന്താണ് ഈ ട്രേഡിങ്ങിൻ്റെ റിയാലിറ്റി എന്ന് മനസ്സിലാക്കുക. അതിനൊരു ഡാർക്ക് ആയിട്ടുള്ള സൈഡും ഉണ്ട്. ഇപ്പോൾ ഇമോഷണലി നമുക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സ്ട്രെസ് ഫീൽ ചെയ്യുന്ന ഒരു കാര്യമായാലും ഹ്യൂജ് ലോസസ് വരുന്ന ഒരു കാര്യമായാലും അതിനൊരു ഡാർക്ക് സൈഡ് കൂടി ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് സൈഡ് മാത്രം നോക്കാതെ അതിൻ്റെ മറ്റു വശം കൂടിയും മനസ്സിലാക്കിക്കൊണ്ട് കറക്റ്റായിട്ട് പഠിക്കുക. എന്താണ് ഈ സംഭവം എന്ന് കറക്റ്റായിട്ട് പഠിക്കുക. അതിനനുസരിച്ചുള്ളൊരു എഫേർട്ട് നമ്മൾ ഇടണം. ജസ്റ്റ് നമ്മളൊരു കോഴ്സിന് ജോയിൻ ചെയ്തിട്ട് ആ കോഴ്സ് പഠിച്ചിറങ്ങി നമ്മൾ ജോലിക്ക് പോകുന്ന പോലെ പൈസ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല ട്രേഡിംഗ് എന്ന് പറയുന്നത്. നമ്മുടെ ടൈമും നമ്മുടെ എഫേർട്ടും എല്ലാം നമ്മൾ അതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെല്ലാം കൃത്യമായിട്ട് പഠിച്ചതിന് ശേഷം മാത്രം പ്രോപ്പറായിട്ടുള്ളൊരു ട്രേഡിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുത്തതിന് ശേഷം മാത്രം അതിനൊരു കരിയർ ഓപ്ഷൻ ആയിട്ടോ അല്ലെങ്കിൽ ഒരു സൈഡ് ഇൻകം ആയിട്ടോ എന്ത് തന്നെ ആയാലും അതിനെ നോക്കി കാണാം. അല്ലാതെ നോക്കി കാണുന്നത് നമുക്ക് എന്താ പറയുക, നമ്മളും നാളെ അതൊരു സ്കാം ആണെന്ന് പറഞ്ഞിട്ട് ഇട്ട് പോകാനായിട്ടുള്ളൊരു അവസ്ഥയിലേക്ക് ആണ് കൊണ്ട് എത്തിക്കുക. അപ്പോൾ അത് കറക്റ്റായിട്ടൊന്ന് മനസ്സിലാക്കുക, കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുക. ആ ഇമോഷൻസ്, ആ ട്രേഡിംഗ് മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് തന്നെയാണ് മെയിനായിട്ടുള്ള കാര്യം. പ്രോപ്പറായിട്ടുള്ള റിസ്ക് മാനേജ് ചെയ്യുക. ഒരിക്കലും ഒരു ഗാംബ്ലിങ് പോലെ ഇപ്പോൾ ഞാൻ $100 ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് നാളേക്ക് അത് $200 ആക്കണം എന്നുള്ള മൈൻഡ് സെറ്റിലായിരിക്കും ഇത് ട്രേഡിങ്ങിലേക്ക് വരേണ്ടത്. കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ആ റിസ്ക് മാനേജ് ചെയ്തുകൊണ്ട് പ്രോപ്പറായിട്ടുള്ള പൊസിഷൻ സൈസിങ് ചെയ്തുകൊണ്ട് വേണം ട്രേഡ് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഒട്ടുമിക്ക കോഴ്സസ് എടുത്ത് നോക്കിയാലും അല്ലെങ്കിൽ ട്രേഡിംഗ് പഠിപ്പിക്കുന്ന പലരുടെ കാര്യങ്ങൾ എടുത്ത് നോക്കിയാലും ഈ റിസ്ക് മാനേജ്മെൻറ്റിനെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഈ പൊസിഷൻ സൈസിങ്ങിനെ പറ്റിയിട്ടോ ഒന്നും ആരും വലിയ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കണ്ടിട്ടില്ല. പൊസിഷൻ സൈസിങ് എന്താണെന്ന് പോലും അറിയാതെ ട്രേഡ് ചെയ്യുന്ന ആളുകളുണ്ട്.
അപ്പോൾ ഇതൊക്കെ നമ്മുടെ റിസ്കിനെ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ്. നമ്മൾ ഈ സ്ട്രാറ്റജി മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കാതെ നമ്മുടെ റിസ്ക് റിവാർഡും നമ്മുടെ പൊസിഷൻ സൈസിങ്ങും നമ്മുടെ ആ ഒരു ട്രേഡിംഗ് മൈൻഡ് സെറ്റൊക്കെ അതിലൊന്ന് വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്കും അടിപൊളിയായിട്ട് ട്രേഡ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് പറ്റും. സോ ആ രീതിയിൽ കാര്യങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക. അതാണ് മെയിനായിട്ട് ഒരു പുതിയതായിട്ട് ട്രേഡിങ്ങിലേക്ക് വരാൻ പോകുന്ന ആളുകളോട് പറയാനായിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും നേരം ക്രിപ്റ്റോനെ പറ്റിയിട്ട് ബേസിക് തൊട്ട് നമുക്ക് അറിയേണ്ട എല്ലാ കാര്യങ്ങളും ഭയങ്കര സിമ്പിളായിട്ട് പറഞ്ഞു തന്ന് ബിനോയ്ക്ക് താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഓക്കെ, ഇത് ആക്ച്വലി ഒരു ഫസ്റ്റ് പോഡ്കാസ്റ്റാണ്. സോ എന്നെ ഇൻവൈറ്റ് ചെയ്തിട്ടുള്ള ശിവയ്ക്കും വളരെ വലിയൊരു നന്ദി അറിയിക്കുകയാണ്. കുറേ കാര്യങ്ങൾ സംസാരിക്കാൻ പറ്റി, കുറേ കാര്യങ്ങൾ പ്രേക്ഷകരുമായിട്ട് സംസാരിക്കാൻ പറ്റി, ക്രിപ്റ്റോ റിലേറ്റഡ് ആയിട്ടുള്ള, ട്രേഡിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള. സോ തീർച്ചയായിട്ടും എല്ലാവരും സേഫായിട്ട് തന്നെ ട്രേഡ് ചെയ്യുക, റെസ്പോൺസിബിൾ ആയിട്ട് തന്നെ ട്രേഡ് ചെയ്യുക. താങ്ക് യു.